श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरववृंदाम उग्रं वीरं महाविष्णुं जलंधं सर्वतोमुखं नृसिंहं भीषणं भद्रं मृत्युं नमाम्यहं। जय नरसिंह श्री नरसिंह, जय जय नरसिंह, जय प्रह्लादेश, जय पद्ममुख मुखपद्मवृंगा भक्तिनाश नरसिंह भगवान की जय। भक्त प्रहलाद महाराज की जय, गुरुदेव महाराज की जय, शैल प्रभुपाद की जय। गौरव प्रमानंदे हरि हरि बोल। ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ നമ്മളുടെ നാമജപം നിങ്ങളെല്ലാവരും അറിഞ്ഞാണ്, നമ്മളുടെ പരംപൂജനീയ ജപതാക സ്വാമി ഗുരുമഹാരാജ് അതിതീവ്രമായ ആരോഗ്യ അവസ്ഥയില് ആരോഗ്യമില്ലാത്തൊരു അവസ്ഥയില് കഷ്ടപ്പെടുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഈ സ്പീഡി റിക്കവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ നമ്മളെല്ലാവരും 3 പ്രാവശ്യം ഉഗ്രം വീരം മഹാവിഷ്ണു ജപിച്ചു. അതും അദ്ദേഹത്തിന്റെ സ്പീഡി റിക്കവറിക്ക് വേണ്ടിയിട്ട് നമുക്ക് നരസിംഹ ഭഗവാനെ അർപ്പിക്കാം. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. ജയ നരസിംഹ ശ്രീ നരസിംഹ, ജയ ജയ നരസിംഹ, ജയ പ്രഹ്ലാദേശ, ജയ പത്മമുഖ മുഖപത്മഭൃംഗ ഭക്തിവിനാശ നരസിംഹ ഭഗവാൻ की जय। भक्त प्रहलाद महाराज की जय, गुरुदेव महाराज की जय, श्रील प्रभुपाद की जय। गौर प्रमानंदे हरि हरि बोल। हरे कृष्णा हरे देवी माता जी, हरे कृष्णा कृष्ण चैतन्य कृपा प्रभु, हरे कृष्णा सुजना माता जी, हरे कृष्णा राधिका माता जी, हरे कृष्णा सावित्री माता जी, हरे कृष्णा श्री ज्योतिष, हरे कृष्णा यमुना माता जी, हरे कृष्णा विलासिनी माता जी, हरे कृष्णा कृष्ण कुमारी माता जी, हरे कृष्णा धन्या माता जी, हरे कृष्णा पद्मा माता जी, हरे कृष्णा ഹരേ കൃഷ്ണ രാധ മാതാജി. അപ്പൊ എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഇന്നെന്റെ ലാപ്ടോപ്പ് കേടായത് കാരണം ഞാനിന്ന് മൊബൈലിലാണിത്. കാരണം കുറച്ച് സഫർ ചെയ്യുന്നുണ്ട്, എല്ലാവരെയും കാണാനും ഒക്കെ. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാവരും കഴിവതും മ്യൂട്ടായിട്ട് ഇരിക്കുക. നമ്മള് ഡിസ്കഷൻ വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ മൈക്ക് ഓൺ ആക്കാവുള്ളൂ. പിന്നെ എന്താ പറയുക, കഴിവതും വീഡിയോ ഓൺ ആക്കിയിട്ടിരിക്കുക. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാണ്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതരായിട്ടുള്ള ഒരാളാണ്. ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ചിലർക്ക് അറിയത്തില്ല. പക്ഷെ അവർ ഒരുമിച്ച് ക്ലാസ്സിലുള്ള കുറെ പേര് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് അവർക്കൊക്കെ അറിയാം. കാര്യം അത് മാതാജിയെ സംബന്ധിച്ച് മാതാജി നമ്മളുടെ കൃഷ്ണകഥാ ദേശത്ത് നമ്മളുടെ കൂടെ ഉള്ളതാണ്. അതേപോലെ തന്നെ നാട്ടില് എൻ്റെ വളരെ അയലോക്കമാണ്. അത് നമ്മൾ വളരെ അടുത്ത മുൻപെയാണ് അറിഞ്ഞതെങ്കിലും എൻ്റെ വളരെ അടുത്താണ്. ഞാൻ ഏറ്റുമാനൂരാണ്, മാതാജി പാലായിലാണ്, വളരെ അടുത്താണ്. അപ്പൊ നമ്മളുടെ ഒരു അയൽവാസിയാണ്. അപ്പം മാതാജി ഇവിടെ ഒരുപാട് നാളായി മാതാജി കുടുംബസമേതം ഇവിടെ കൃഷ്ണകഥാദേശത്തുണ്ട്. അപ്പം ഭഗവാന്റെ ആ ഒരു ഇതിലേക്ക് പൂർണ്ണമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരുപാട് നാളായെങ്കിലും ഒരു ഗുരുവിനെ സ്വീകരിച്ചത്, ജയപതാക സ്വാമി മഹാരാജനെ ഗുരുവായിട്ട് സ്വീകരിച്ചത് 2 മാസങ്ങൾ, ഏകദേശം 2-3 മാസങ്ങൾക്ക് മുൻപെയാണ്. അപ്പം അങ്ങനെ മാതാജി സിബി മാതാജി സാവിത്രി കേശവി ദേവിദാസി മാതാജി ആയിട്ട് മാറി. അങ്ങനെ അപ്പം മാതാജിക്ക് ഇപ്പൊ ശരിക്കും ഒരു അഡ്രസ് ഉണ്ട്. നമ്മളൊക്കെ അഡ്രസ് ഇല്ലാത്തവരൊക്കെ ഉടനെ തന്നെ ആ വഴിയിലിട്ട് എത്താറായി എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം മാതാജി വേറെ ചില ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്, അതുപോലെ ചില ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഒരേ സമയം ക്ലാസ് എടുക്കുകയും അതുപോലെ ക്ലാസ്സുകളൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പരം വൈഷ്ണവൻ നമ്മളുടെ ഇവിടെ സന്ദർശിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. മാതാജിയുടെ വീട്ടിലാണ് താമസിച്ചത്. അപ്പൊ അങ്ങനെ ഒരുപാട് അസോസിയേഷനൊക്കെ കിട്ടി. മാതാജി അങ്ങനെ നല്ല പവർഫുൾ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ മാതാജിയെ ഞാൻ ഈ ഒരു സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആ ഒരു ടോപ്പിക് എടുക്കാൻ വേണ്ടിയിട്ട്. മാതാജി ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ആ ഒരു വൈഷ്ണവ അസോസിയേഷന്റെ അല്ലെങ്കിൽ നമ്മുടെ സത്സംഗത്തിന്റെ ഒരു മാഹാത്മ്യം എന്താണ്, അതിന്റെ ആവശ്യകത എന്താണ് എന്നതിനെ പറ്റിയാണ്. ഈ കലിയുഗത്തിൽ അതാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ മാതാജി ഇന്ന് ആ ടോപ്പിക്കാണ് എടുക്കുന്നത്. അപ്പൊ മാതാജി സ്വാഗതം. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
എല്ലാ വൈഷ്ണവർക്കും എൻ്റെ പ്രണാമം. നിങ്ങളെ പോലെ വലിയ വലിയ ഭക്തരുടെ മുമ്പിൽ പറയാൻ ഞാൻ ഒന്നും ആളല്ല. എന്നാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എന്തെങ്കിലുമൊക്കെ രണ്ടുമൊക്കെ പറയാമെന്ന് പ്രതീക്ഷിക്കുന്നു. സീനിയറായ വൈഷ്ണവ കൃഷ്ണ ചൈതന്യ പ്രഭു ഒക്കെ ഇരിക്കുന്നുണ്ട്. ജയേഷ് പ്രഭു, അങ്ങനെ ഇവിടെ എൻ്റെ കുറച്ച് സഹ ഭക്തരും ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഹരേ കൃഷ്ണ. ശരിയായ അർത്ഥത്തിൽ ശരിയായ സമയത്ത് എല്ലാ വാക്കുകളും ഭഗവാന്റെ കാരണത്താൽ പറയാൻ എന്നെ നിങ്ങൾ വൈഷ്ണവരെല്ലാം അനുഗ്രഹിക്കുക. ഭഗവാന്റെ അനുഗ്രഹവും ഗുരുക്കന്മാരുടെ അനുഗ്രഹവും. തുടങ്ങട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന വനചാരി യമുന തീരാ വനചാരി ജയ രാധാ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരുഹനാദാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാനുദാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസാമിനിധി നാംനേ നമാചാര്യപാദായ നിത്യായ കൃപാപദായിനേ ഗൗരഗദാദാമദായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാംനേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് നിങ്ങളോട് അവരോടും സംവദിക്കാനായിട്ട് എനിക്ക് ജയേഷ് പ്രഭു തന്നിരിക്കുന്ന
സബ്ജക്റ്റ് എന്ന് പറയുന്നത് സാധുസംഘ അല്ലെങ്കിൽ അസോസിയേഷൻ. എന്താണ് അസോസിയേഷൻ, അസോസിയേഷന്റെ പ്രാധാന്യം, നമ്മുടെ കൃഷ്ണാവബോധത്തിൽ അസോസിയേഷന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. അപ്പൊ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സത്സംഗം അല്ലെങ്കിൽ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചു പേര് കൂടിയിരുന്ന് എന്തെങ്കിലും കഥകൾ പറയോ അല്ലെങ്കിൽ പാട്ട് പാടുകയോ അങ്ങനെ എന്തെങ്കിലും പ്രസംഗിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതാണോ അസോസിയേഷൻ? സാധാരണ അസോസിയേഷൻ എന്ന് പറയുന്നത് അതാണ് ഏകദേശത്തിൽ. പക്ഷെ നമ്മുടെ കൃഷ്ണാവബോധത്തിൽ അല്ലെ ഭക്തിയിൽ വരുമ്പോഴേക്കും അസോസിയേഷൻ എന്ന് പറയുന്നതിന് ഒരുപാട് തലങ്ങളുണ്ട്, ഒരുപാട് അർത്ഥങ്ങളുണ്ട് അസോസിയേഷൻ എന്ന് പറയുന്നതിന്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ മനുഷ്യർക്ക് നന്മയുണ്ട്, തിന്മയുണ്ട്. നമ്മുടെ മനസ്സിൽ നന്മയും തിന്മയും ഉണ്ട്. അപ്പൊ ഓരോരുത്തർക്കും അവര് ഇടപെടുന്ന ആൾക്കാരുടെ സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആ സ്വാധീനം, നല്ല ആൾക്കാരോട് അല്ലെ സത്തായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നല്ല ഗുണമുള്ള ആൾക്കാരുടെ കൂടെ സഹവസിക്കുന്നവർക്ക് നല്ല സ്വഭാവം അല്ലെങ്കിൽ ആ നന്മയുടെ ഭാഗം വരും. അതായത് ചീത്ത കൂട്ടുകെട്ടിൽ അല്ലെങ്കിൽ ദുഷിച്ച സംസർഗത്തിൽ വരുന്നവർക്ക് അവരുടെ സ്വഭാവത്തിൽ കൂടുതലും കാണുന്നത് തിന്മയുടെ ഭാഗമായിരിക്കും. ഇപ്പോൾ ഈ ഒരു കലിയുഗത്തിൽ കൂടുതലും തിന്മയുടെ ആ വശമാണ് കൂടി നിൽക്കുന്നത്. അപ്പം നല്ലൊരു ജീവിതം വേണമെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നല്ല കൂട്ടുകെട്ട്, സത്സംഗം ഉണ്ടായിരിക്കണം. നമ്മുടെ സത്സംഗം, കൃഷ്ണാവബോധത്തിലെ സത്സംഗം എന്ന് പറഞ്ഞാല് അവിടെ നമ്മൾ വേറൊന്നും പറയുന്നില്ല. അവിടെ ആകെ വേണ്ടത് ഭഗവാന്റെ കാര്യങ്ങളാണ്. ഭഗവാന്റെ കഥകൾ പറയുന്നു, ഭഗവാന്റെ ലീലകള്, ഭഗവാന്റെ നാമസങ്കീർത്തനം, അതുപോലെ ഭഗവാൻ എന്താണെന്ന് പറഞ്ഞു തരുന്ന ഭഗവത്ഗീതയില് ഭഗവാൻ ആരാണ്, ഭഗവാൻ എന്ത് പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് ഭഗവത്ഗീത. അതുപോലെ ഭാഗവതം പറയുന്ന ഭഗവാന്റെ ലീലകളാണ്. ഭഗവാന്റെയും ഭഗവാന്റെ ഭക്തരുടെയും ലീലകൾ പറയുന്ന ഭാഗവതം. ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുക, ഇതെല്ലാം വായിക്കുക, ഇങ്ങനെയെല്ലാം ചെയ്യുന്നതാണ് നമ്മുടെ സത്സംഗം, കൃഷ്ണാവബോധത്തിലെ സത്സംഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ സത്സംഗത്തില് നമ്മൾ ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പറയുമ്പോൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഭാഗവത്തില്, ഞാൻ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അതായത് നാഹം തിഷ്ഠാമി വൈകുണ്ഠേ യോഗിനാം ഹൃദയേഷു വാ തത്ര തിഷ്ഠാമി നാരദ എത്ര ഗായന്തി മദ്ഭക്ത. നാഹം തിഷ്ഠാമി വൈകുണ്ഠേ, അതായത് നാരദനോട് പറയുന്ന, നാരദ ഞാൻ നാഹം എന്ന് പറഞ്ഞ ഞാൻ എവിടെയില്ല, വൈകുണ്ഠത്തിലില്ല. പിന്നെ എവിടെയാ? യോഗിനാം ഹൃദയേഷു, യോഗികളുടെ ഹൃദയത്തിലും ഞാനില്ല. പിന്നെ എവിടെയാ ഞാനുള്ളത്? എത്ര ഗായന്തി മദ്ഭക്ത, എന്റെ ഭക്തന്മാർ എന്നെ കുറിച്ച് വിവരിക്കുന്നത് എവിടെയാണോ, അല്ലെങ്കിൽ എന്റെ ഭക്തന്മാർ എന്നെ കുറിച്ച് പുകഴ്ത്തുന്നത്, ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്നത്. അപ്പൊ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സ്ഥലത്ത് ഭഗവാനുണ്ട്, അവിടെയാണ് ഭഗവാൻ നിത്യമായിട്ട് വസിക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ ഭഗവാൻ തന്നെ ഉറപ്പ് പറയുന്നുണ്ട് സത്സംഗമുള്ള സ്ഥലത്ത് ഭഗവാൻ ഉണ്ടാകും എന്ന്. ഇപ്പൊ അഗ്നിയുടെ സമ്പർക്കത്തിൽ വിറക് ആളിക്കത്തും അല്ലെ, അതുപോലെയാണ് ഭഗവാന്റെയും ഭക്തരുടെയും സമ്പർക്കത്തില് നമ്മുടെ ഉള്ളിലെ ആ ഒരു ഗുണം അല്ലെങ്കിൽ സദ്ഗുണങ്ങൾ വളരെ പെട്ടെന്ന് പ്രകടമാകും. അതായത് ഭഗവാന്റെ ആ സാന്നിധ്യമുണ്ട്, അവിടെ ഭക്തരുടെ സാന്നിധ്യമുണ്ട്. ഈ രണ്ട് സാന്നിധ്യം കൂടുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ നന്മയുടെ ഭാഗം അല്ലെങ്കിൽ ആ സദ്ഗുണങ്ങളെല്ലാം വളരെ പെട്ടെന്ന് പ്രകടമാകും. അപ്പൊ അങ്ങനെ പ്രകടമാകുന്നിടത്ത് എന്തുണ്ടാകും? ഭക്തി ഉണ്ടാകും. അതായത് ഭഗവത് കഥകൾ കൂടുതൽ പറയുന്നിടത്ത്, ഭഗവാന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് തീർച്ചയായിട്ടും എന്തുണ്ടാവും? ഭക്തി ഉണ്ടാവും. ഭക്തിയുടെ പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ ഹരിയുടെ നാമം നമ്മൾ പറയുകയാണ് ഇവിടെ അല്ലെ. ഹരി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സർവ അമംഗള ഹരേ ഹരിയാണ്. അതായത് എല്ലാ അമംഗളങ്ങളെയും, അമംഗളം എന്ന് പറഞ്ഞാൽ മംഗളമല്ലാത്ത എല്ലാ കാര്യങ്ങളെയും ഇല്ലാതെയാക്കുന്ന അല്ലെങ്കിൽ ഹനിച്ചു കളയുന്നയാളാണ് ഹരി. അപ്പൊ ഹരിയുടെ കഥ പറയുന്നിടത്ത് ഒരിക്കലും എന്തില്ല? അമംഗളങ്ങളില്ല. അവിടെ എല്ലാം മംഗളങ്ങൾ, അതായത് നല്ലത് മാത്രമേ അവിടെ ഉണ്ടാകുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു സത്സംഗത്തിൽ ഭക്തി ഉണ്ടാകുന്നു. അപ്പൊ ഭക്തിയുടെ ബർത്ത് പ്ലേസ്, അതായത് ഭക്തി ഉണ്ടാകുന്ന സ്ഥലം എന്ന് പറയുന്ന സത്സംഗമാണ്. അപ്പൊ ബർത്ത് പ്ലേസ് ഓഫ് ഭക്തി എന്ന് പറയുന്നത് സത്സംഗമാണ്. അപ്പൊ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഭക്തി രസാമൃത സിന്ധുവിൽ പറഞ്ഞിട്ടുണ്ട്, സർവോപാധി വിനിർമുക്തം ത്വത്പരിത്യേന നിർമ്മലം ഋഷികേശ സേവനം ഭക്തിരുച്യതേ. അതായത് സർവോപാധി വിനിർമുക്തം, എല്ലാ ഉപാധികളെയും മാറ്റി നിർത്തിക്കൊണ്ട്, അതായത് ഒന്നുമില്ല അവിടെ, വേറൊരു കാര്യമില്ല. അവിടെ ഉള്ളത് എന്താണ്? ഭഗവാന്റെ കാര്യങ്ങൾ. ഋഷികേശ,
ഋഷികേശൻ എന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങളുടെ അധിപൻ, അധിപനായ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുന്ന വേറൊരു ഉപാധികളും ഇല്ലാതെ ഭഗവാന്റെ കാര്യങ്ങൾ മാത്രം പറയുന്ന ചെയ്യുന്ന അതാണ് ഭക്തി, അല്ലെങ്കിൽ ആ സേവനമാണ് ഭക്തി എന്ന് ഇവിടെ ഭക്തി രസാമൃത സിന്ധുവിൽ രൂപ ഗോസ്വാമി പറയുന്നു. പക്ഷെ ഭക്തി ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ് ഭക്തരെ. പക്ഷെ ഭക്തി ഭഗവാൻ പെട്ടെന്ന് കൊടുക്കുകയല്ല ആർക്കും. എന്താ കാരണം? ഭക്തി ബാക്കി ഭഗവാനോട് ചോദിക്കുന്ന എന്തും ഭഗവാൻ പെട്ടെന്ന് കൊടുക്കും. പക്ഷെ ഭക്തി കൊടുക്കുവാൻ കുറച്ച് പിടിക്കും. കാരണം ഭഗവാൻ പറയുന്നുണ്ട്, ഞാന് ഭക്തരുടെ അടിമയാണെന്ന്. ഭഗവാന് ഭക്തി കൊടുത്തു കഴിഞ്ഞാൽ എന്തായി മാറും? ഭഗവാൻ അവരുടെ അടിമയാകും. അതാണ് അഹം ഭക്ത പരാധീന. അതായത് ഭാഗവതം 9-ാം സ്കന്ധത്തിൽ 4-ാം അധ്യായത്തിൽ 63-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്, അഹം ഭക്ത പരാധീനോ ഹ്യ സ്വതന്ത്ര ഇവ ദ്വിജ സാധിഭിർ ഗ്രസ്ത ഹൃദയോ ഭക്താനാം ഭക്ത ജനപ്രിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ഭക്തന്മാരുടെ പരാധീന, അതായത് ഭക്തന്മാരുടെ ദാസനായി മാറുവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഭക്തന്മാരുടെ ദാസനാകുന്ന, അതായത് ഭക്തി കൊടുത്തു കഴിഞ്ഞ് വലിയൊരു ഭക്തനായാൽ, അതായത് സിൻസിയർ ആയിട്ട് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിവോട്ടിയുടെ ദാസനായി മാറും ഭഗവാൻ എന്ന് പറയുന്നത്. നമുക്കറിയാല്ലേ, അർജുനന്റെ കാര്യം അറിയാം. അർജുനനെ യുദ്ധത്തിൽ ഭഗവാൻ അർജുനന്റെ ദാസനെ പോലെയായിരുന്നു അല്ലെ, തേർത്തെളിച്ചു. അതുപോലെ ഓരോ ഭക്തന്മാരുടെയും കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാല് അവരുടെ എല്ലാം ദാസനായിട്ട് ഭഗവാനെ ഏറ്റവും ഇഷ്ടം എന്താണ്? ഭഗവാൻ കൂടുതൽ ഇഷ്ടം ഭഗവാൻ പറയുന്നത് കേൾക്കുന്നതിലും ഇഷ്ടം ഭഗവാന്റെ ശുദ്ധ ഭക്തർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നതാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടം. അതായത് ഭഗവാൻ നമ്മളെ പറഞ്ഞ അനുസരിപ്പിക്കുന്നതിൽ കൂടുതൽ ഇഷ്ടം ഭക്തന്റെ ആജ്ഞകൾ നിറവേറ്റുന്നതിലാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ ഭഗവാൻ ഭക്തി വേഗം ആർക്കും കൊടുക്കില്ല. അപ്പൊ ഈ ഭക്തി ഇത്രയും സിൻസിയറായിട്ട്, അതായത് അന്യാഭിലാഷിത ശൂന്യം ജ്ഞാനകർമാദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിരുച്ചത എന്നും പറയാറുണ്ട്. ഉത്തമ ഭക്തിയുള്ളവര് അങ്ങനെയാണ്. എന്താണ്? അന്യാഭിലാഷിത ശൂന്യം, വേറൊരു അഭിലാഷവും ഇല്ലാതെ ഭഗവാന്റെ കാര്യങ്ങൾ പറയുക, അല്ലെ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ളവരും ശരിയായ ഭക്തരാണെന്ന് പറയുന്നുണ്ട്. ഭഗവത്ഗീത ഭഗവാൻ പറയുന്നുണ്ട്, എന്നെ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഭക്തി വേണം. ഭക്തിയാമാം അഭിജാനാതി യാവാൻ യശ്ചാത്മി തത്വതഃ എന്നാ പറയുന്നത്. അതായത് എന്നെ കിട്ടണമെങ്കിൽ എന്താണ്? ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ എന്നെ കിട്ടുള്ളൂ എന്ന് ഭഗവാൻ പല പല സ്ഥലങ്ങളിലും ഭഗവത്ഗീതയിലും ഭാഗവതത്തിലുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭാഗവതം 7th canto 9th chapter 9th verse പറയുന്നുണ്ട്, മന്യേധനാഭിജന രൂപ തപശ്രുതൗജ സ്തേജ പ്രഭാവ ബല പൗരുഷ ബുദ്ധി യോഗ നരാധനായ ഹി ഭവന്ത്യ പരസ്യ പുംസോ ഭക്ത്യാ തുതോഷു ഭഗവാൻ ഗജയൂഥപായ. അതായത് ഇവിടെ പറയുന്നത് മന്യേധനം, ധനം, അതുപോലെ അഭിജനം, നല്ല സമ്പർക്കം, രൂപം എന്ന് പറഞ്ഞാൽ നല്ല സൗന്ദര്യം, തേജസ്, ഓജസ് എന്ന് വേണ്ട ഒരു 11 അംഗങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഈ 11 അംഗങ്ങളെല്ലാം പൂർണ്ണമായിട്ടുള്ള ഒരാളാണെങ്കിലും അയാളിൽ ഭക്തി ഇല്ലെങ്കിൽ ഭഗവാൻ അയാളെ ഇഷ്ടമില്ല. ഭഗവാൻ ഇഷ്ടം വരണമെങ്കിൽ അയാൾ ഉത്തമനായ ഒരു ഭക്തനായിരിക്കണം. അങ്ങനെ ഉത്തമനായ ഒരു ഭക്തനെ മാത്രമേ ഭഗവാൻ ഇഷ്ടമുള്ളൂ. അപ്പൊ ശ്രീല രൂപ ഗോസ്വാമി ഭക്തിരസാമൃത സിന്ധുവില് ഭക്തിക്ക് 64 അംഗങ്ങൾ പറയുന്നുണ്ട്. 64 അംഗങ്ങൾ കൂടുന്നതാണ് ഭക്തി എന്ന് പറയുന്നുണ്ട്. അതില് ഈ 64 അംഗങ്ങളിലും വളരെ പ്രധാനപ്പെട്ട 5 അംഗങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്. അതില് 5 അംഗങ്ങളാണ് സാധു സംഘനാമ സങ്കീർത്തൻ ഭാഗവത ശ്രമൻ മധുരാവാസ ശ്രീമൂർത്തിര ശ്രദ്ധയാ സേവൻ. അതായത് ഈ 5 അംഗങ്ങൾ. ഒന്നാമത്തത് സാധുസംഘ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, സത്സംഗത്തിൽ പോകുക. രണ്ടാമത്തെ നാമസങ്കീർത്തനം എന്ന് പറഞ്ഞാലോ ആത്മാർത്ഥമായിട്ട് നാമം ജപിക്കുന്നയാള് രണ്ടാമത്തത്. മൂന്നാമത്തത് ഭാഗവത ശ്രവൺ എന്ന് പറഞ്ഞാൽ ഭാഗവതം കേൾക്കുക. വെറുതെ പോയി കേട്ടാ പോരാ, ശുദ്ധ ഭക്തിയോടെ ശ്രദ്ധയോടെ ഭാഗവതം ശ്രവിക്കുക. നാലാമത്തത് മധുരാവാസ എന്ന് പറഞ്ഞാല് ജഗന്നാഥപുരി, പിന്നെ വൃന്ദാവനം, മായാപ്പൂര് എങ്ങനെയുള്ള ഹോളി ധാമുകളിൽ പോവുക, അങ്ങനെ പോയി വസിക്കുക. അതാണ് മധുരാവാസ്. ഇനി 5ാമത്തെ ശ്രീമൂർത്തിയുടെ സേവ എന്ന് പറഞ്ഞാൽ വളരെ ഭക്തിയോടെ ശ്രീമൂർത്തി സേവ ചെയ്യുക. അപ്പൊ ഈ 64 അംഗങ്ങളിൽ 5 എണ്ണം ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു. ഈ 5 എണ്ണത്തിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യം രൂപ ഗോസ്വാമി പറയുന്നത് ഏതാണ്? സാധുസംഘയാണ്. സാധുസംഘം മാത്രമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇപ്പൊ സാധുസംഘം നമ്മൾ പറഞ്ഞു സത്സംഘമാണ്. സത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
അതീന്ദ്രിയമാണ്. നമുക്ക് ഭഗവാനെ നമ്മൾ പറയാറുണ്ട് സച്ചിത് ആനന്ദ് അല്ലെ, സത്ത് ചിത്ത് ആനന്ദൻ, സച്ചിത് ആനന്ദ്. സത്ത് എന്ന് പറഞ്ഞാൽ ഫുൾ എറ്റേണൽ, അത് ചിത്ത് എന്ന് പറഞ്ഞാൽ ഫുൾ നോളജ്, ആനന്ദം എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലിസ്, എല്ലാം ഫുൾ ആയിട്ടുള്ള ആളാണ് സച്ചിത് ആനന്ദ്. അപ്പൊ സച്ചിത് ആനന്ദന്റെ ആയ ഭഗവാന്റെ കാര്യം പറയുന്നിടത്ത് തീർച്ചയായിട്ടും സദ്ഗുണങ്ങൾ മാത്രമേ വരുള്ളൂ. സദ്ഗുണങ്ങൾ ഇവിടെ വരുന്നു. പിന്നെ ഇവിടെ അസോസിയേഷന്റെ കാര്യം പറയുമ്പോൾ ചൈതന്യ ചരിതാമൃതത്തില് ഒരു വേഴ്സ് ഉണ്ട്, സാധു സംഘേ കൃഷ്ണ ഭക്തേ ശ്രദ്ധാഹയാർ. ആരാണോ ഭക്തരുമായി വിശ്വാസത്തോടെ അസോസിയേറ്റ് ചെയ്യുന്നത് അവർക്ക് ഭക്തി ഫല പ്രേമ ഹായ് സംസാര ഹായ്ഷായ്, അതായത് അവർക്ക് ഭക്തിയുത സേവനത്തിന്റെ പരിപക്വ ഫലം കിട്ടുന്നു. ഭക്തിയുത സേവനത്തിന്റെ പരിപക്വ ഫലം എന്ന് പറയുന്നത് എന്താണ്? ഭക്തിയുത സേവനത്തിന്റെ പരിപക്വ ഫലം എന്ന് പറയുന്നത് ജന്മ മൃത്യു ജരാവ്യാധി, ഈ 4 കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക. അതായത് ഈ ലോകത്തിലുള്ള എല്ലാവരെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്ന 4 ദുഃഖങ്ങളാണ് ജന്മ മൃത്യു ജര വ്യാധി. ആ ഒരു ശൃംഖല അല്ലെ, പിന്നെയും ജനിച്ച് പിന്നെയും മരിച്ച് പിന്നെയും ജനിച്ച്, ഇങ്ങനെ ആ ഒരു ജന്മചക്രത്തിൽ, ഈ ഒരു ജനന മരണ ചക്രത്തിൽ കിടന്ന് ഉഴലുകയാണ് നമ്മളെല്ലാം. അപ്പൊ ഈ ശരിയായ ഭക്തി ഉള്ള ഒരാൾക്ക് ഭഗവാൻ തീർച്ചയായിട്ടും ഈ ഒരു ചക്രത്തിൽ കിടന്ന് ഉടലിന്റെ ആവശ്യം വരുത്തുകയില്ല. അപ്പൊ ഇവിടെ നിമി മഹാരാജാവ് നവയോഗേന്ദ്രാസിനോട് പറയുന്നുണ്ട്, ഭാഗവതം 11:2-29, 11-ാമത്തെ സ്കന്ധം 2-ാം അധ്യായം 29 പറയുന്നുണ്ട്, ദുർലഭോ മാനുഷോദേഹം ദേഹിനാം ക്ഷണഭംഗുരം തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠ പ്രിയദർശനം. അതായത് നമുക്ക് മനുഷ്യന് ഒരു മനുഷ്യ ശരീരം കിട്ടുക എന്ന് പറഞ്ഞത് ഭയങ്കര ദുർലഭമാണ്. നമുക്കറിയാം 84 ലക്ഷം ജീവി വർഗങ്ങളുണ്ട്, അതിൽ വെറും 4 ലക്ഷമേ മനുഷ്യവർഗമുള്ളൂ. ഈ ഒരു 4 ലക്ഷത്തിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ വളരെ പാടാണ്. കഴിഞ്ഞ ക്ലാസ്സില് നമ്മുടെ ജയഗോപാൽ പ്രഭു പറഞ്ഞതുപോലെ വലിയൊരു കടലില് വെറും ഒരു തടിക്കഷ്ണം ഒഴുകി നടക്കുന്നു ഒരാമ. അത് എല്ലാരും കേട്ടതായിരിക്കും, എന്നാലും കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ അതൊന്നും കൂടെ പറയാണ്. അപ്പൊ ഈ ആമ ഈ കടലിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഈ തടിക്കഷ്ണത്തിൽ ചെറിയ ഡോട്ടുകളുണ്ട്, അതായത് സുഷിരങ്ങളുണ്ട്. ഈ ഒരു സുഷിരത്തിൽ ഈ വലിയ ആ കടലിൽ നമുക്കറിയാം എപ്പോഴും തിരമാലകൾ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തിരമാലകൾ അലയടിച്ചുകൊണ്ടിരിക്കുന്ന കടലിൽ ഈ ആമ അതിന്റെ സുഷിരത്തിൽ കയറാൻ എത്ര പാടുണ്ട്, ആ തടിക്കഷ്ണത്തിന്റെ സുഷിരത്തിൽ കയറാൻ ആമയ്ക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടോ അത്രയും ബുദ്ധിമുട്ടാണ് നമുക്കൊരു മനുഷ്യ ജന്മം കിട്ടാൻ എന്നാ പറയുന്നത്. ദുർലഭോ മാനുഷോ ദേഹം ദേഹിനാം ക്ഷണഭംഗുരം, അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് എന്താണ്, തത്രാഭി ദുർലഭം മന്യേ വൈകുണ്ഠ പ്രിയദർശനം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ജന്മം കിട്ടിയതിന് ശേഷം ഒരു വിഷ്ണു ഭക്തനെ കാണാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ പാടാണെന്നാ പറയുന്നത്. അതിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഭഗവത്ഗീതയിലും നമുക്കൊരു ശ്ലോകമുണ്ട്, ഭഗവാൻ നേരിട്ട് പറയുന്നത്, ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻമാൻ പ്രപദ്യന്തേ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. അതായത് ഒരുപാട് ജന്മങ്ങൾ എടുത്തതിന് ശേഷമേ ഒരാള് മനസ്സിലാക്കുന്നുള്ളൂ ഭഗവാനാണ് വാസുദേവ സർവമിതി എന്ന് മനസ്സിലാക്കുന്നുള്ളൂ, ഭഗവാനാണ് എല്ലാത്തിന്റെയും അധിപതി എന്ന് മനസ്സിലാക്കുന്നുള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയ ആൾക്കാരിൽ വളരെ 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 ദുർലഭമായിട്ടുള്ള ആൾക്കാരെ മുക്തിക്കാർഹരാകുന്നുള്ളൂ എന്നും പറയുന്നുണ്ട്. ആ സെയിം അർത്ഥം വരുന്ന ഒരു ശ്ലോകം ഭാഗവതത്തിലുണ്ട്. ഭാഗവതം സ്കന്ധം 6 അധ്യായം 14 ശ്ലോകം 15 പറയുന്നു, മുക്താനാമപി സിദ്ധാനാം നാരായണ പരായണ സുദുർലഭ പ്രശാന്താത്മാ കോടീഷ്വപി മഹാമുനെ. അത് മഹാമുനിയോട് പറയാണ്, ഒരുപാട് ജന്മങ്ങൾ അല്ലെങ്കിൽ കോടികളിൽ ഒരാൾക്ക് മാത്രമേ മുക്തി കിട്ടുള്ളൂ. അങ്ങനെ മുക്തി കിട്ടിയതിൽ ശരിയായി നാരായണനെ മനസ്സിലാക്കിയ വളരെ വിരളമാണെന്ന്. അത് തന്നെയാണ് ബഹൂനാം ജന്മനാം എന്ന് ഭഗവാൻ നേരിട്ട് പറയുന്നതും അത് തന്നെയാണ്. അതായത് നല്ലൊരു വൈഷ്ണവനെ കാണുക എന്ന് പറയുന്നത് വളരെ വിരളമാണ്. അതുപോലെ തന്നെ എന്താണ് ഭക്തിയുത സേവനം, എന്താണ് ഭക്തൻ, നമ്മൾ എന്താണ് ശരിയായി ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും നമുക്ക് ശരിയായ ഭക്തർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതായത് ഭക്തിയുത സേവനം എന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എവിടെ വരണം? ഈ ഡിവോട്ടി അസോസിയേഷനിൽ വരണം, അല്ലെങ്കിൽ സാധു സംഘയിൽ വന്നാൽ മാത്രമേ നമുക്ക് ശരിയായ ഭക്തിയുത സേവനം എന്താണ് എന്ന് മനസ്സിലാക്കുകയുള്ളൂ. ഇപ്പൊ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുന്നുണ്ട്,
നമ്മുടെ യുഗധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഹരിനാമ കീർത്തനമാണ്. നമ്മുടെ യുഗധർമ്മം ഹരിനാമ കീർത്തനമാണ്. പക്ഷേ ഭക്തിയിൽ കുറെ പുരോഗമിച്ചവരുടെ യുഗധർമ്മം എന്ന് പറയുന്നത് സാധുസംഘ അല്ലെങ്കിൽ വൈഷ്ണവ സേവയാണെന്ന് പറയുന്നുണ്ട്. വൈഷ്ണവ സേവ തന്നെ പലതരത്തിലുണ്ട്. ബാബു സേവയുണ്ട്, വാണി സേവയുണ്ട്. അങ്ങനെ അതാണ് നമ്മുടെ യുഗധർമ്മം എന്ന് ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുന്നുണ്ട്. അപ്പൊ ഈ സാധുസംഘം നമുക്ക് അതുകൊണ്ട് തന്നെ രുചി തരുന്നുണ്ട്. ഇപ്പൊ ശ്രീപാദ് രാമാചാര്യ പറയുന്നുണ്ട്, അപ്പൊ ഒരാൾക്ക് എനിക്ക് ഭക്തിയിൽ പുരോഗമിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതിനോട് എനിക്ക് താല്പര്യം തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അയാളോട് പറയാണ്, എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നീ കുറച്ച് സത്സംഗം ചെയ്യുന്നിടത്ത്, അല്ലെങ്കിൽ ഭാഗവതം വായിക്കുന്നിടത്ത്, അല്ലെങ്കിൽ ഭഗവത്ഗീത ചെയ്യുന്നിടത്ത് പോയി വെറുതെ ഇരുന്നോ, ഒന്നും ചെയ്യണ്ട, വെറുതെ പോയി ഇരുന്നോളാൻ പറയും. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് കേട്ട് കഴിയുമ്പോൾ, കുറച്ച് കേട്ട് കഴിയുമ്പോൾ, ഭഗവത്ഗീത ആണെങ്കിലും ഭാഗവതമാണെങ്കിലും സാധുസംഘയിൽ പോയി ഇരുന്ന് കഴിയുമ്പോൾ, ഭജനക്രിയയൊക്കെ ഉണ്ട് അവിടെ, ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ആൾക്കാർക്ക് ശരിയായ ഒരു ബോധം വരും, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബോധം വരും. അവർക്ക് ഭക്തിയിൽ ഉന്നതി നേടാൻ തീർച്ചയായിട്ടും സാധിക്കുമെന്നാണ് ശ്രീപാദ രാമാചാര്യ പറയുന്നത്. അപ്പൊ ഭക്തിക്ക് നമ്മൾ പറഞ്ഞ ഭക്തിയുടെ ബർത്ത് പ്ലേസ് അല്ലെങ്കിൽ ജന്മസ്ഥലം എന്ന് പറയുന്ന സാധുസംഘയാണ്. ഇപ്പൊ ഭക്തിക്ക് 64 അംഗങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളും പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സാധുസംഘം. ഇനി ഭക്തിയുടെ വിവിധ സ്റ്റേജുകളുണ്ട്. ഭക്തിക്ക് 9 സ്റ്റേജുകളുണ്ട്. അപ്പൊ ആദ്യം വരുന്ന ശ്രദ്ധയാണ്, അതായത് ചെയ്യാനൊരാഗ്രഹം, ശ്രദ്ധ. പിന്നീട് വരുന്നത് സാധുസംഘം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞു ഡിവോട്ടി അസോസിയേഷൻ. ഈ അസോസിയേഷനിൽ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് കുറെ അസോസിയേഷനിൽ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ കഴിയും. അതാണ് ഭജനക്രിയ. അതായത് കീർത്തന ചെയ്യുക, അല്ലെങ്കിൽ നാമജപം, ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധി വരും. അപ്പൊ മൂന്നാമത്തത് ഭജനക്രിയ. 4-മത്തത് അനർത്ഥ നിവൃത്തി. ഭജനക്രിയ നന്നായി ചെയ്തു കഴിയുമ്പോഴേക്കും നമ്മുടെ അനർത്ഥങ്ങളെല്ലാം മാറിപ്പോകുന്നു, അത് ഇല്ലാതെയായി പോകുന്നു. അങ്ങനെ അനർത്ഥങ്ങൾ ഇല്ലാതെയായി കഴിയുന്ന ഒരാൾക്ക് നിഷ്ഠയിലേക്ക് വരുന്നു. അയാൾ അത് ചെയ്യണം, ഇന്ന കാര്യങ്ങളിൽ അയാൾക്ക് നിഷ്ഠയുണ്ടാകും. രാവിലെ എഴുന്നേറ്റ് അത് ഓരോരോ ആരതി ചെയ്യുക, അങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ അയാൾക്ക് നിഷ്ഠ വരും. നിഷ്ഠ വന്നു കഴിയുമ്പോൾ പിന്നെ രുചി വരും. രുചി വന്നാൽ രുചിയിൽ നിന്ന് ആസക്തി വരും. അതായത് അത് പിന്നെ ഇല്ലാതിരിക്കാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥയാണ് ആസക്തി എന്ന് പറയുന്നത്, അല്ലെ? ഒരു ദിവസം പോലും നമുക്ക് പിന്നെ ഈ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല. അതാണ് ആസക്തി. പിന്നെ ഭാവ, പിന്നെ പ്രേമ. ഇതിന്റെ എല്ലാം ഇതെല്ലാം ഈ 9 കാര്യം ഞാൻ പറയാൻ കാര്യം, ഈ 9 കാര്യത്തിലും സാധുസംഘയുണ്ട്, അല്ലെ? ഭജനക്രിയ ഒന്നാമതായിട്ട് വരുന്ന ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധുസംഘയിൽ പോകും. സാധുസംഘയിൽ തന്നെയാണ് ഭജനക്രിയ വരുന്നത്. അതുപോലെ തന്നെ സാധുസംഘയിലാണ് അനർത്ഥ നിവൃത്തി വരുന്നത്. സാധുസംഘയിലാണ് നിഷ്ഠ വരുന്നത്. സാധുസംഘയിൽ രുചിയും വരുന്നുണ്ട്, ആസക്തിയും വരുന്നുണ്ട്, പ്രേമവും വരുന്നുണ്ട്, ഭാവവും വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വരുന്നത് സാധുസംഘയാണ്. അപ്പൊ ഈ 9 സ്റ്റേജിലും, അതായത് നമ്മൾ പറഞ്ഞ 64 അംഗങ്ങളിലും ഏറ്റവും പ്രധാനം സാധുസംഘയാണ്. അതുപോലെ ഭക്തിയുടെ ഈ സ്റ്റേജസ് ഉണ്ട്. ഈ സ്റ്റേജസിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് സാധുസംഘയാണ്. അതായത് സാധുസംഘ എല്ലാത്തിലും ഉണ്ട്. പിന്നെ സാധുസംഘയില് ഉള്ളവര്, അതായത് ആ സാധുസംഘയിൽ നമ്മൾ പങ്കെടുക്കുന്നവര്, ഇപ്പൊ എന്റെ കൂടെ ഇവിടെ സാധുസംഘയിൽ പങ്കെടുക്കുന്ന 5-6 പേരുണ്ട്. ധന്യ മാതാജി, സിനി മാതാജി, യമുന മാതാജി, രാധിക മാതാജി ഒക്കെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ എന്നും സതി മാതാജി. അപ്പൊ ഞങ്ങൾ എന്നും ഭാഗവതം വായിക്കുന്നവരാണ്. അപ്പൊ ഒരു ദിവസം പോലും ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരാൾ വന്നില്ല എങ്കിൽ നമുക്കത് അയ്യോ ഇയാൾ ഇന്ന് വരാത്ത എന്താന്നൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇന്ന് പോയില്ലെങ്കിൽ അയ്യോ ഇന്ന് പോവാൻ പറ്റിയില്ലല്ലോ എന്ന് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അത്രയ്ക്കും നമ്മൾ ആ സംഘത്തിൽ അല്ലെങ്കിൽ ആ അസോസിയേഷനിൽ ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നതിൽ അത്രയ്ക്കും നമ്മൾ ഇൻട്രസ്റ്റഡ് ആയി മാറി. ഈ ഒരു 2-3 വർഷം കൊണ്ട് ഞങ്ങൾ അങ്ങനെ ആയി മാറി. അതാണ് സത്സംഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഓരോരുത്തരും ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഈ സാധുസംഘത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്ന ഓരോരുത്തരും മറ്റൊരാളുടെ വെൽവിഷർ ആയിരിക്കും. അതായത് നമുക്കറിയാം യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ മീനിങ് എന്ന് പറയുന്നത് വെൽവിഷർ ആണ്. അതായത് നമുക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ. അപ്പൊ സത്സംഗത്തിലുള്ളവരെല്ലാവരും പരസ്പരം വെൽ വിഷേഴ്സ് ആയിരിക്കും. അവര് ഭഗവാന്റെ കാര്യങ്ങൾ ഇപ്പൊ നന്നായിട്ട് കൃഷ്ണകഥ നാമം ജപിക്കാൻ, അതായത് അപരാധമെന്യേ നാമം ജപിക്കുന്ന കാര്യം പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ അവര് ശാസ്ത്രങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഭഗവത്ഗീതയും ഭാഗവതവും പഠിക്കാൻ അവര് പറഞ്ഞു കൊടുക്കും. അപ്പോൾ തന്നെ എന്ത് വരും? നമുക്ക് കൃഷ്ണപ്രേമം വരും. ഈ കൃഷ്ണപ്രേമം വരിക എന്ന് പറഞ്ഞാൽ
കൃഷ്ണനോടുള്ള ഒരു സ്നേഹം, അല്ലാതെ കൃഷ്ണനോടുള്ള അടുപ്പം വന്നു കഴിഞ്ഞു. അപ്പൊ നമുക്ക് സത്സംഗത്തിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമതായിട്ട് നമുക്ക് ഭക്തി കിട്ടും, അല്ലെ? ഭക്തി കിട്ടിയാൽ അതിന് അർത്ഥം എന്താണ്? ഭഗവാനെ കിട്ടി, ഭഗവാന്റെ പ്രേമം, കൃഷ്ണ പ്രേമം കിട്ടി. രണ്ടാമതായിട്ട് പിന്നെ സത്സംഗത്തിൽ പോയി കഴിയുമ്പോൾ നമ്മൾ അറിയാം, ഓരോ സത്സംഗത്തിൽ നമ്മൾ പോയാൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഓരോ ഡിവോട്ടീസും ഓരോരോ കാര്യങ്ങൾ ചെയ്യും, അല്ലെ? അപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ സത്സംഗത്തിന്റെ ആ ഒരു ക്ലാസ് എടുക്കല്, പിന്നെ അല്ലെങ്കിൽ വായന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പ്രസാദമുണ്ട്. ഈ പ്രസാദം കഴിഞ്ഞു കഴിയുമ്പോൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ കഴിച്ച പാത്രങ്ങൾ വാങ്ങുന്നു, അതുപോലെ ആ ഭാഗങ്ങൾ വൃത്തിയാക്കുന്നു, പാത്രങ്ങൾ കഴുകുന്നു, അങ്ങനെ അങ്ങനെ എല്ലാം ചെയ്യും. അതിന്റെ അകത്ത് എന്തുണ്ടോ അതെല്ലാം ചെയ്യാൻ എല്ലാവരും തൽപരരാണ്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഈഗോ പോയി. നമുക്കൊരു ഈഗോ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് ഈഗോ. ആ ഒരു ഈഗോ മാറി കിട്ടും. അപ്പൊ സത്സംഗത്തിൽ പോയാൽ നമുക്ക് ഭക്തി കിട്ടുന്നു, ഭക്തി വഴി നമുക്ക് കൃഷ്ണനെ കിട്ടുന്നു, കൃഷ്ണ പ്രേമം കിട്ടുന്നു, അതുപോലെ നമ്മുടെ ഈഗോ കിട്ടുന്നു. ഇനി നമുക്ക് ഭക്തി സത്സംഗത്തിൽ പോയാൽ എന്താ കിട്ടുന്നതെന്ന് ഞാനൊരു കഥ പറയാം. ആ കഥയിലൂടെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരിക്കൽ നാരദ മുനി ലവമാത്ര സാധുസംഘ സർവസിദ്ധി ഹോൾ എന്നൊരു വേഴ്സ് കേട്ടു. അപ്പൊ ഈ വേഴ്സിന്റെ അർത്ഥം നാരദ മുനിക്ക് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. ലവമാത്ര എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഒരു സെക്കൻഡ് പോലും ഇല്ല, ഒരു സെക്കൻഡിൽ താഴെയാണ് ലവമാത്ര എന്ന് പറയുന്നത്. അപ്പൊ ലവമാത്ര സാധുസംഘ, അതായത് ഒരു സെക്കൻഡിൽ താഴെ ഒരു ഡിവോട്ടി ആയിട്ടുള്ള അസോസിയേഷനിൽ കൂടി ഒരാൾക്ക് മുക്തി കിട്ടുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? നാരദ മുനിക്ക് സംശയമായി. നാരദ മുനി നേരെ പോയി നാരായണ നാരായണ നാരായണ, എവിടെ? ഭഗവാന്റെ അടുത്തേക്ക്, വിഷ്ണു ഭഗവാന്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഭഗവാനോട് ചോദിച്ചു, ഇതെന്താണ് ഭഗവാനെ ഇങ്ങനെ പറയുന്നത്? ലവമാത്ര സാധുസംഘ സർവസിദ്ധി ഹോ എന്ന് പറയാൻ എന്താണ് കാരണം എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അങ്ങ് ഭൂമിയിലേക്ക് പോകും. അവിടെ ഇങ്ങനെ ഒരു പ്രത്യേക സ്ഥലം ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ആ സ്ഥലത്ത് ഒരു ചെറിയ ഒരു ഇഷ്ടികയൊക്കെ കൂടിയ ഒരു സ്ഥലമുണ്ട്. അതും പൊക്കി നോക്കുമ്പോൾ അവിടെ ഒരു പുഴു ഉണ്ടാവും. ആ പുഴുവിനോട് ചോദിക്കും, നീ പോയിട്ട് ആ പുഴുവിനോട് ചോദിക്കൂ, ലവമാത്ര സാധുസംഘ സർവസിദ്ധി ഹോയ് എന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ശരി, ഭഗവാൻ പറഞ്ഞല്ലേ. നേരെ നാരദ മുനി പതിയെ ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ ഭഗവാൻ പറഞ്ഞ ആ സ്ഥലത്തെത്തി ഈ ഒരു ഇഷ്ടികയൊക്കെ ഉള്ള ആ സ്ഥലം കണ്ടുപിടിച്ചു. അത് പൊക്കി നോക്കുമ്പോൾ അവിടെ ഒരു പുഴുവുണ്ട്. ആ പുഴുവിനെ കണ്ടിട്ട് നാരദ മുനി ചോദിച്ചു, ലവമാത്ര സാധുസംഘ സർവസിദ്ധി ഹോയ്, നീ ഇതിന് അർത്ഥം പറയൂ എന്ന് പറയും. അത് ചോദിച്ചതും അത് കേട്ടതും പുഴു ഇങ്ങനെ നാരദ മുനിയുടെ നേരെ നോക്കി, പുഴു അങ്ങനെ മരിച്ചു വീണു. അപ്പൊ നാരദ മുനി നോക്കി, ഇതിന്റെ പൾസും ഒക്കെ നോക്കിയപ്പോ ഒന്നുമില്ല, ആള് പോയി. അപ്പത്തേക്കിന് നാരദ മുനിക്ക് വിഷമായി, അയ്യോ ഞാൻ കാരണം ഒരു ജീവി മരിച്ചല്ലോ. എന്തായാലും തിരിച്ച് ഓടി ഭഗവാന്റെ അടുത്ത് ചെന്നു. ഭഗവാനെ, ഞാൻ ഇങ്ങനെ ചോദിച്ചതും ആ പുഴു മരിച്ചു വീണു കേട്ടോ എന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണോ? എന്നെങ്കിലും ഒരു കാര്യം ചെയ്യ്, അങ്ങ് വേറൊരു സ്ഥലത്തേക്ക് പോകും, അവിടെ ഒരു പശുക്കുട്ടി ജനിച്ചിട്ടുണ്ട്. അപ്പൊ അതും ആ സ്ഥലം എല്ലാം പറഞ്ഞു കൊടുത്തു. ഇന്ന സ്ഥലത്താണ്, പോയി അന്വേഷിക്കുക, നീ പോയി പറയൂ, അങ്ങ് പോയി അന്വേഷിക്കുക, അതിനോട് ഈ കാര്യം തന്നെ അന്വേഷിക്കാൻ പറഞ്ഞു. അതായത് ലവമാത്ര സാധുസംഘ സർവസിദ്ധി ഹോയ് എന്ന് പറയാൻ പറഞ്ഞു. അതുപോലെ നാരദ മുനി പതിയെ പോയി അവിടെ ചെന്ന് പശുക്കുട്ടിയെ കണ്ടു. പശുക്കുട്ടിയോട് പറഞ്ഞു, ലവമാത്ര സാധുസംഘ സർവസിദ്ധി ഹോയ്, നീ അതിനർത്ഥം പറയാവോ എന്ന് ചോദിക്കും. അത് കേട്ടതും ഈ പശുക്കുട്ടിയും ഇങ്ങനെ നാരദന്റെ നേരെ ഒന്ന് നോക്കി, അങ്ങനെ അതും മരിച്ചു വീണു. നാരദ മുനിക്ക് ഭയങ്കര വിഷമായി. എന്റെ ഭഗവാനെ, ഞാൻ കാരണം ഒരു ഗോഹത്യം നടന്നല്ലോ. അതായത് ഭയങ്കര പാപമാണ് ഇത്, ഗോഹത്യ എന്ന് പറയുന്നത്. അപ്പൊ അതും നടന്നല്ലോ. ആകെ വിഷമായി ആള് ഓടി ഭഗവാന്റെ അടുത്ത് തിരിച്ചു വന്നു. ഭഗവാനെ, ഇങ്ങനെ ഒരു സങ്കടമുണ്ട്, ഇത് എന്തൊരു വേഴ്സാണ് ഇത് ആൾക്കാരെ കൊല്ലാനുള്ള വാക്കുകളാണോ ഇത് എന്നൊക്കെ ചോദിച്ചാകെ വിഷമിച്ചു. അന്നേരം പറഞ്ഞു, സാരമില്ല, അങ്ങ് ഒരു കാര്യം ചെയ്യ്, ഒരു ഇന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ, രാജു എന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ട്, ഞാൻ അങ്ങേട്ടതാണ് രാജു എന്ന പേര്. അപ്പൊ ആ ആളുടെ അടുത്ത് ചെല്ല്, ഇന്ന സ്ഥലത്ത് ഇന്ന ഭാഗത്ത് അയാൾ ഇരിക്കുന്നുണ്ട്, അവിടെ പോയി ആ ആളോടും കൂടി ഇത് പറയും. അയ്യോ ഭഗവാനെ, എനിക്കത് പേടിയാണ്, ഞാൻ പറയണോ? അല്ലെ, പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല, പോകൂ എന്ന് പറഞ്ഞു. എന്തായാലും ഭഗവാൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ആള് പോയി. അവിടെ ചെന്നിട്ട് ഇതുപോലെ പറഞ്ഞു. അപ്പൊ പറയുന്നില്ല, അവിടെ ചെന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക. അപ്പൊ അയാൾ ഇങ്ങോട്ട് ചോദിച്ചു, അങ്ങേക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, എന്നാ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ചോദിച്ചു, ലവമാത്ര സാധുസംഘ സർവസിദ്ധി ഹോയ് എന്നുള്ളതിന്റെ അർത്ഥം. അപ്പം പറഞ്ഞു, അങ്ങ് വിഷമിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കുകയില്ല,
കാരണം ഞാനൊരു പുഴുവായിരുന്നു ആദ്യം. ആ പുഴുവായ എന്റെ അടുത്ത് വന്ന് അങ്ങ് ആദ്യം പറഞ്ഞു, ആ പറഞ്ഞ നിമിഷം, അതായത് അങ്ങുമായിട്ടുള്ള ആ ലവമാത്ര സാധു സംഘത്തിൽ എനിക്ക് എന്ത് കിട്ടി? ഒരു പശുവിന്റെ ജന്മം കിട്ടി. ആ പശുവിന്റെ അടുത്ത് വന്ന് അങ്ങ് ഇത് തന്നെ പറഞ്ഞു. അപ്പൊ ആ ലവമാത്ര സാധു സംഘത്തില് എനിക്ക് എന്ത് കിട്ടി? ഒരു മനുഷ്യ ജന്മം കിട്ടി. മനുഷ്യ ജന്മം നമുക്കറിയാം ദുർലഭമാണ്, വളരെ ദുർലഭമാണ്. ആ ജന്മം എനിക്ക് കിട്ടി. അപ്പൊ ആ ജന്മത്തിലൂടെ ഈ മനുഷ്യ ജന്മത്തിന്റെ പ്രത്യേകത എന്താണ്? എനിക്ക് കോൺഷ്യസ്നെസ് ഉണ്ട്. എന്തിന്റെ കോൺഷ്യസ്? ഭഗവാനെ തിരിച്ചറിയാനുള്ള. ബാക്കിയുള്ളവർക്കുള്ള കോൺഷ്യസ്നെസ് ഒക്കെ വളരെ മൃഗങ്ങളുടെയും ബാക്കിയുള്ള ജന്തുക്കൾക്കൊന്നും കോൺഷ്യസ്നെസ് ഇല്ല. ഭഗവാനെ തിരിച്ചറിയാനുള്ള ഒരു ബോധമില്ല. അപ്പൊ എനിക്ക് ആ ഒരു ബോധം കിട്ടുന്ന ജന്മത്തിലേക്ക് എന്നെ അങ്ങ് എത്തിച്ചു തന്നു. അപ്പൊ എനിക്ക് അങ്ങ് തന്നത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ ജന്മത്തിൽ എനിക്ക് ഭഗവാനെ തിരിച്ചറിയാൻ സാധിക്കും. എനിക്ക് ഭഗവാന്റെ നാമജപം നടത്തി ഭക്തിയുത സേവനത്തിലൂടെ എനിക്ക് മുക്തി നേടാനാകും. അപ്പൊ എനിക്കിങ്ങനെ മുക്തി നേടാനുള്ള ഒരു ജന്മം സാധിച്ചു തന്നത് അങ്ങയുടെ ഈ ലവമാത്ര സാധു സംഘം മുഖേനയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടതും നാരദ മുനിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ നാരദ മുനി അവിടെ നിന്നും പോയി. അതുപോലെ നമുക്കറിയാം ഭാഗവതം 1-ാം സ്കന്ധത്തില് നമുക്കറിയാം വ്യാസദേവന്റെ കഥ അറിയാം. വ്യാസദേവന് എല്ലാ പുരാണങ്ങളും പിന്നെ ഉപനിഷത്തുകളും എന്ന് വേണ്ട വേദങ്ങളും എല്ലാം രചിച്ചിട്ടും വ്യാസദേവന് മനസ്സിനൊരു സന്തോഷവും ഇല്ല, അല്ലെ? ഭയങ്കര വിഷമാണ്. അപ്പൊ അങ്ങനെ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നാരദ മുനി അവിടെ വരുന്നത്. അപ്പൊ നാരദ മുനിയോട് വ്യാസ ഭഗവാൻ ചോദിച്ചു, എന്താണ് എന്റെ ഈ ഒരു, നമുക്കറിയാം വ്യാസദേവൻ ഭഗവാന്റെ ശക്തി ആവേശ അവതാരമാണ്. ഇപ്പൊ നാരദ മുനിയോട് ചോദിച്ചു, എന്താണ് എന്റെ ഈ ഒരു ദുഃഖത്തിന് കാരണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങള് അങ്ങ് ഭഗവാനെ കുറിച്ച് എഴുതൂ, ഭഗവാനെ കുറിച്ച് പറയൂ, അപ്പോൾ അങ്ങയുടെ ആ ഒരു വിഷമം മാറി കിട്ടും. അങ്ങനെ നാരദ മുനിയുടെ ആ സാധു സംഘത്തിൽ നിന്ന്, നാരദ മുനിയുമായിട്ടുള്ള ആ സത്സംഗത്തിൽ നിന്ന് അദ്ദേഹത്തിന് വ്യാസദേവന് ഭാഗവതം രചിക്കാനുള്ള ആ ഒരു പ്രചോദനം ഉണ്ടായി. അങ്ങനെ അദ്ദേഹം ഭാഗവതം രചിച്ചു. അപ്പൊ ബോഡിയുള്ള ആൾക്കാർക്കെല്ലാം, ബോഡി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബി ഫോർ ബർത്ത്, ഓ ഫോർ ഓൾഡ് ഏജ്, ഡി ഫോർ ഡിസീസ്, വൈ ഫോർ എമരാജ്. അപ്പൊ ഇങ്ങനെയുള്ള ആ ചെയിനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, അതായത് ജന്മം, മൃത്യു, ജരാ, വ്യാധി എന്ന് പറയുന്ന ആ ഒരു ചെയിനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗവും ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഭാഗവതത്തിലെ ഒരു ശ്ലോകമുണ്ട്, സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിർ അധോക്ഷജേ അഹൈതുകി അപ്രതികത ഏ ആത്മാ സുപ്രസീദതി. അതായത് എന്താണ് ഇവിടെ പറയുന്നത്? നമ്മുടെ ആത്യന്തികമായ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? സവൈ പുംസാം പരോധർമ്മം, ആത്യന്തികമായ ധർമ്മം എന്ന് പറയുന്നത് യഥോ ഭക്തിർ അധോക്ഷജേ, അധോക്ഷജനായ ഭഗവാന് ഭക്തിയുത സേവനം ചെയ്യുക എന്നുള്ളതാണ്. അത് എങ്ങനെയായിരിക്കണം? അഹൈതുകി അപ്രതിഹത, അതായത് യാതൊരു തടസ്സവുമില്ലാതെ, മറ്റ് പ്രചോദനങ്ങളൊന്നുമില്ലാതെ ചെയ്യുന്നതായിരിക്കണം ആ ഭക്തിയുത സേവനം. അങ്ങനെയുള്ള ഭക്തിയുത സേവനം ചെയ്ത് മാനവരാശിയോട് രക്ഷപ്പെടാന് പറയാൻ ആർക്ക് പറ്റി? വ്യാസദേവന് പറ്റി. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഭഗവാൻ ആരാണെന്ന് പറയുന്നുണ്ട്. ഏതേചാംസ കലപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകെ മൃഡയന്തി യുഗേ യുഗേ. ഭഗവാൻ ആരാണെന്ന് പറയുന്നുണ്ട്. ഭഗവാൻ ആരാണ്? ഉള്ള അവതാരങ്ങളെല്ലാം, ബാക്കിയുള്ള എല്ലാം ഭഗവാന്റെ പൂർണ്ണാംശങ്ങളുടെ അംശങ്ങളോ ആണ്. ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ. ഈ ഭഗവാൻ എപ്പോഴൊക്കെ വരും? ഇന്ദ്രാരി വ്യാകുലം ലോകെ, അതായത് ഇന്ദ്രാരി എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ അരികൾ, ഇന്ദ്രന്റെ ശത്രുക്കൾ. ഇന്ദ്രന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അസുരന്മാരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് കൂടുമ്പോൾ ഭഗവാൻ യുഗം തോറും അവതരിക്കും എന്ന് പറയുന്നു. അവിടെ കൃഷ്ണൻ ആണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നും പറയുന്നു. അതുപോലെ ഭാഗവതം അവസാനം പറയുന്ന ശ്ലോകം, നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിം പരം എന്നും പറയുന്നു. അതായത് നമ്മുടെ രക്ഷപ്പെടാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഈ നാമസങ്കീർത്തനം ആണെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇത് ആണ് വ്യാസദേവർക്ക് നാരദ മുനിയുടെ സത്സംഗം വഴി കിട്ടിയത്. ഇനി നാരദ മുനിയുടെ കഥയും ഇതിൽ പറയുന്നുണ്ട്, ഭാഗവത്തിൽ പറയുന്നുണ്ട്. നാരദ മുനി ആദ്യത്തെ ജന്മത്തിൽ ആരായിരുന്നു? ഒരു മെയ്ഡ് സെർവന്റിന്റെ മകനായിരുന്നു. അപ്പൊ ആ സമയത്ത് കുറച്ച് മഹാഭാഗവതരുമായിട്ട് സത്സംഗം ചെയ്യാനുള്ള അവസരം കിട്ടി. അങ്ങനെ അദ്ദേഹത്തിന് ഭഗവാനെ കാണാൻ കിട്ടി. പിന്നെ അടുത്ത ജന്മത്തിലാണ് അദ്ദേഹം നാരദ മുനിയായി മാറിയത്.
അതുപോലെ തന്നെ നമ്മള് സത്സംഗത്തിന്റെ കഥ പറയുമ്പോൾ വേറൊരു കഥ കൂടി എന്റെ ഓർമ്മയിൽ വരുന്നു. അതായത് ഒരു ഭക്തൻ ഉണ്ടായിരുന്നു. ഒരിക്കലും ഒരു ഭക്തൻ ഉണ്ടായിരുന്നു. ഭയങ്കര തുളസി ആരാധനയായിരുന്നു പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. തുളസി ദേവി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് അങ്ങനെ സകല ദിവസവും തുളസിയെ ആരാധിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ ഇദ്ദേഹത്തിന്റെ മരണ സമയം അടുത്തു. ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഭക്തി കൊണ്ട് അദ്ദേഹത്തിന് യമദൂതര് വരുന്നത് കാണാനിടയായി. യമദൂതര് വരുന്നത് കണ്ടതും ഇദ്ദേഹം പെട്ടെന്ന് ഭയന്ന് ഓടിപ്പോയി തുളസിയെ കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുവാണ്. അപ്പൊ യമദൂതന്മാര് പറഞ്ഞു, മനുഷ്യനോട് പറഞ്ഞു, നിന്റെ സമയം കഴിഞ്ഞു, നിനക്ക് ഇനി ഈ ഭൂമിയിൽ സമയമില്ല, അതുകൊണ്ട് നീ ആ തുളസിയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കൂ. അതായത് തുളസിയുടെ സാന്നിധ്യത്തിൽ ഒരിക്കലും യമ ദൂതന്മാർക്ക് ആളെ പിടിക്കാൻ സാധിക്കില്ല. അപ്പം തുളസിയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കൂ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഇല്ല, എന്റെ ഈ തുളസിയുടെ അടുത്തുനിന്ന് ഞാൻ മാറത്തേ ഇല്ലെന്ന് പറഞ്ഞ് ഇയാള് ഈ തുളസിയെ കെട്ടിപ്പിടിച്ച് തന്നെ നിൽക്കുക. എത്ര യമദൂതന്മാർ എത്ര പറഞ്ഞിട്ടും ഇയാളെ സമ്മതിക്കുന്നില്ല. അവസാനം യമദൂതന്മാര് മടുത്ത് യമരാജാവിനോട് പോയി പറഞ്ഞു. യമരാജാവ് എന്ത് ചെയ്തു? നേരിട്ട് വന്ന് ഇയാളോട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്, നീ ഞങ്ങളുടെ നിയമങ്ങളെല്ലാം നീ വയലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, നീ ഇതിൽ നിന്നും പിന്മാറൂ, നീ തുളസിയിൽ നിന്ന് പിടിവിടൂ എന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ല, ഇയാൾ സമ്മതിക്കത്തേ ഇല്ല. ഇയാള് ഒന്നും കേൾക്കാത്ത മട്ടിൽ ഇതിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പത്തേക്കിനും യമരാജാവും യമദൂതരും കൂടിയിട്ട് ശിവഭഗവാന്റെ അടുത്ത് പോയി. ശിവഭഗവാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ആളുണ്ട്, അയാൾ ഇങ്ങനെ സമയം കഴിഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഈ തുളസിയെ പിടിച്ച് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ശരി, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ശിവഭഗവാൻ നേരിട്ട് വന്നു. അപ്പൊ യമദൂതന്മാര്, യമരാജാവ്, ശിവഭഗവാൻ ഇത്രയും പേര് ഒരുമിച്ച് വന്നു. എന്നിട്ട് അയാളോട് പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, തുളസിയുടെ അടുത്തുനിന്ന് മാറു, തുളസിയെ പിടിവിടുന്ന് ഭഗവാൻ പറഞ്ഞു. ശിവഭഗവാൻ പറഞ്ഞു. ആള് കേൾക്കുന്നില്ല, ആളങ്ങനെ പിടിച്ചു നിൽക്കുക. അപ്പൊ ശിവഭഗവാനും അടുത്തു. പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇത്രയും പേരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവസാനം പോകുന്നത് ബ്രഹ്മാവിന്റെ അടുത്താണ്. അവസാനം ഇവരെല്ലാരും കൂടെ ബ്രഹ്മാവിന്റെ അടുത്ത് പോയി. ബ്രഹ്മാവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഭഗവാനെ, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇനി എന്താ ഞങ്ങൾ ചെയ്യുക? അപ്പൊ ഭഗവാൻ നേരിട്ട് വന്ന് അയാളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവ്, 4 തലയുള്ള ബ്രഹ്മാവ്, ഇയാൾ നോക്കുമ്പോൾ 4 തലയുള്ള ബ്രഹ്മാവ്, ശിവഭഗവാൻ, ഇവരെല്ലാം വന്നിട്ട് പറയുക, ആള് തുളസിയുടെ പിടിവിടുന്നേ ഇല്ല. അങ്ങനെ ബ്രഹ്മാവും മടുത്തു. അവസാനം ഇവരെല്ലാം, നമ്മളെല്ലാരും മടുത്തു കഴിയുമ്പോൾ അവസാനം എല്ലാവരും, ഈ ദേവതകൾ എല്ലാവരും പോകുന്ന ഒരു സ്ഥലമുണ്ട് അല്ലെ, നമുക്കറിയാം, ഭഗവാന്റെ അടുത്ത്, വൈകുണ്ഠത്തില് വിഷ്ണു ഭഗവാന്റെ അടുത്ത് ചെന്നു. വിഷ്ണു ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, ഇങ്ങനെ ഒരാൾ തുളസിയിൽ പിടിച്ചു നിൽക്കുക, അയാളുടെ സമയം എല്ലാം കഴിഞ്ഞു പോയി, എന്റെ നിയമങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. യമരാജാവ് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കിന്ന് ബ്രഹ്മദേവനും ശിവഭഗവാനും പറഞ്ഞു. അവസാനം ഭഗവാൻ പറഞ്ഞു, എന്നാ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അപ്പൊ ശരി, അപ്പൊ ഇങ്ങനെ ഇയാളെ കൊണ്ടുവരാനായിട്ട് ഇവര് പോയി. ഒരു പല്ലക്കൊക്കെ എടുത്തു. പല്ലക്കില് ഇയാളെയും തുളസിയെയും കൂടെ കയറ്റി വെച്ചു. എന്നിട്ട് പല്ലക്കിന് 4 മൂലകളുണ്ട്. 4 മൂലയിലും ഓരോരുത്തർ പിടിക്കുക. യമദൂതന്മാർ ഒരു മൂലയിൽ പിടിച്ചു, യമരാജാവ് ഒരു മൂലയിൽ പിടിച്ചു, ബ്രഹ്മദേവൻ ഒരു മൂലയിൽ പിടിച്ചു, ശിവഭഗവാൻ ഒരു മൂലയിൽ പിടിച്ചു. എന്നിട്ട് ഇയാളെയും കൊണ്ട് വിഷ്ണു ലോകത്തിലേക്ക് പോയി. അതായത് വിഷ്ണു ലോകം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠത്തിലെത്തി കഴിഞ്ഞിട്ട് ഇയാളാണ് ആ ആളെന്ന് പറഞ്ഞ് ഭഗവാന് പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ഞാൻ ഇയാൾക്ക് വേണ്ടി ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം ഭഗവാനെ എന്ന് ചോദിച്ചു. അപ്പൊ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ഇനി എന്ത് ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു, ഇയാളെ അങ്ങനെ തന്നെ വൈകുണ്ഠത്തിൽ എത്തിച്ചു, ഇനി നിങ്ങൾക്ക് പോകാം. എന്താ കാരണം? വൈകുണ്ഠത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്താണ്? തദ്ധാമ പരമം മമ, എന്താണ്? അവിടെ നിന്ന് പിന്നെ തിരിച്ചു പോകേണ്ട ആവശ്യമില്ല അല്ലെ? വൈകുണ്ഠത്തിൽ എത്തിയ ഒരാൾക്ക് പിന്നെ ഭൂമിയിലേക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ അതാണ് ഒരാളുടെ സാധു സംഘം. അതായത് തുളസി എന്ന് പറയുന്ന ആ സത്സംഗത്തിൽ, ആ തുളസിയുമായിട്ടുള്ള സത്സംഗം വന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഇയാൾക്ക് നേരിട്ട്, അതായത് ഇത്രയും വലിയ വ്യക്തികളാൽ വൈകുണ്ഠത്തിലേക്ക് ആനയിക്കപ്പെട്ടു. അതാണ് സാധു സംഘത്തിന്റെ മേന്മ, ഭക്തിയുടെ മേന്മ എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 പേരും ഒരുമിച്ച് ഭഗവാന്റെ അടുത്ത് ഇവരെ കൊണ്ടുവിട്ടു. അപ്പൊ അതുപോലെ ഭാഗവതം 4-ാം സ്കന്ധത്തിൽ നമുക്കറിയാം, ധ്രുവ മഹാരാജാവിന്റെ കഥ പറയുന്നുണ്ട്. ധ്രുവ മഹാരാജാവിന്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാം, ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ അല്ലെ? എല്ലാവർക്കും അറിയാം ധ്രുവ മഹാരാജാവ് എങ്ങനെയാണ്, ആരുമായിട്ടുള്ള സത്സംഗമായിരുന്നു ധ്രുവ മഹാരാജാവിന് കിട്ടിയത്? നാരദ മുനിയുമായിട്ടുള്ള സത്സംഗമാണ് ധ്രുവ മഹാരാജാവിന് കിട്ടിയത്. അങ്ങനെയാണ് ഭഗവാനെ കിട്ടിയത്. അതുപോലെ 5-ാം സ്കന്ധത്തിൽ
5-ാം സ്കന്ധത്തിൽ ഭരത മഹാരാജാവിന്റെ കാര്യം പറയുന്നുണ്ട്. ഭരത മഹാരാജാവും ഈ പറഞ്ഞ പോലെ സത്സംഗം ഇല്ലാത്ത കൊണ്ട് അബദ്ധം പറ്റിപ്പോയ ആളാണ് ഭരത മഹാരാജാവ്. അതായത് മാനിന്റെ അതായത് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചു, രാജ്യവും കൊട്ടാരവും എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനിലേക്ക് മുക്തി തേടി എങ്ങോട്ട് പോയി? വനത്തിൽ പോയി. അവിടെ ചെന്ന് മാനുമായിട്ട് വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയി, അല്ലെങ്കിൽ മാനുമായിട്ട് വളരെയധികം ഇഷ്ടത്തിൽ അങ്ങനെ ജീവിച്ചു. അപ്പൊ അദ്ദേഹത്തിന് സത്സംഗം ഇല്ലാതെ പോയി. സത്സംഗം ഉണ്ടായിരുന്നെങ്കിൽ വേറൊരാൾ ഇത് പറഞ്ഞു കൊടുക്കാൻ, ഇത് കൊള്ളല്ല എന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് ഇല്ലാത്തതിന്റെ പേരിൽ 3 ജന്മങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായി. അദ്ദേഹം ആദ്യം ഭരത മഹാരാജാവായിരുന്നു, പിന്നെ മാനിന്റെ ജന്മം കിട്ടി, പിന്നെ ജഡഭരതനായി. അങ്ങനെയാണ് അദ്ദേഹത്തിന് അവസാനം മുക്തി കിട്ടുന്നത്. അതായത് 3 ജന്മങ്ങൾ പാഴായിപ്പോയി. എന്തുകൊണ്ട്? സത്സംഗം ഇല്ലാതെ പോയതുകൊണ്ട്. അതുപോലെ ഭാഗവതം 7-ാം സ്കന്ധത്തിൽ പ്രഹ്ലാദ് മഹാരാജിന്റെ കഥ പറയുന്നുണ്ട്. അതും നമ്മൾക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും പ്രഹ്ലാദ് മഹാരാജിന്റെ കാര്യം അറിയാം. അവിടെയും സത്സംഗത്തിന്റെ ഗുണമാണ് വന്നിരിക്കുന്നത്. പിന്നെ പ്രഹ്ലാദ് മഹാരാജിന് ആരായിരുന്നു? പ്രഹ്ലാദ് മഹാരാജാവും നാരദരെ തന്നെയായിരുന്നു. കാരണം അദ്ദേഹം കയാതു അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ഈ ഒരു സത്സംഗം കിട്ടിയിരുന്നു. അങ്ങനെ പിന്നെ നമുക്ക് 9-ാം സ്കന്ധത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും ദുർവാസാവ് മുനി, അംബരീഷ് മഹാരാജാവിന്റെ കഥ അറിയാം. അംബരീഷ് മഹാരാജാവും ദുർവാസാവ് മുനിയും അവരുടെ സത്സംഗം, അവരുടെ അല്ലെങ്കിൽ ആ സാധു ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡിവോട്ടി ആയിട്ടുള്ള അസോസിയേഷൻ മൂലം അദ്ദേഹത്തിന്റെ കാര്യം പറയുന്നു. പിന്നെ 10-ാമത്തെ സ്കന്ധത്തിൽ കാളിയന്റെ കഥ പറയുന്നുണ്ട്. കാളിയൻ ആരുമായിട്ടായിരുന്നു അസോസിയേഷൻ ഉണ്ടായത്? കാളിയന് യമുന വല്ലാത്ത ഭക്തയായിരുന്നു യമുന. അതായത് കാളിയൻ യമുനയില് വന്നിട്ട് എല്ലാ ജീവികളെയും ആ വിഷം തുപ്പി കൊല്ലുമായിരുന്നു. ഭഗവാന് ദേഷ്യം വന്നു. അങ്ങനെ ഭഗവാൻ കാളിയനെ ശിക്ഷിക്കാനായി യമുനയിൽ പോയി. അങ്ങനെ യമുനയിൽ നീന്തി ഭഗവാന് ആദ്യം നല്ലൊരു പിടിവലി കാളിയനുമായിട്ട് നടത്തി. എന്നിട്ട് കാളിയൻ എന്ത് ചെയ്തു? ഭഗവാനെ തോൽപ്പിച്ചു എന്നുള്ള രീതിയിൽ ഭഗവാൻ അവിടെ ബോധം കിട്ടും. അതൊക്കെ ഭഗവാന്റെ ലീലകളുടെ ഭാഗം. അങ്ങനെ ബോധം കെട്ട് വീണു. അതിനുശേഷം ഭഗവാൻ വീണ്ടും ചാടി എഴുന്നേറ്റ് കാളിയന്റെ ശിരസിൽ ചവിട്ടി. അങ്ങനെ വളരെ നേരം നൃത്തം ചവിട്ടി. ആ സമയത്തെല്ലാം കാളിയൻ ഇങ്ങനെ വിഷം തുപ്പി, അതുപോലെ രക്തം വരെ തുപ്പാൻ തുടങ്ങിയപ്പോഴത്തേനും കാളിയന്റെ നാഗപത്നികൾ വന്നു. നാഗപത്നികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിവോട്ടീസ് ആണ്. അപ്പൊ ഭഗവാൻ ആണെങ്കിലും ജനിച്ച് അധിക ആഴ്ചകളായപ്പോ മുതൽ ഇങ്ങനെ ഓരോ അസുരന്മാരെ വധിക്കുന്ന, അല്ലെ? പൂതനയെ വധിച്ചു, അതുപോലെ ശകടാസുരൻ, ബാണാസുരൻ, അങ്ങനെ അഘാസുരൻ, അങ്ങനെ ഒരുപാട് അസുരന്മാരെ വധിച്ചു. പക്ഷെ എന്തുകൊണ്ട് കാളിയനെ മാത്രം വധിച്ചില്ല? കാളിയൻ ഡിവോട്ടി അസോസിയേഷനിലുള്ള ആളായിരുന്നു. എന്ന് പറഞ്ഞാൽ കാളിയന്റെ പത്നിമാര് വളരെ ഭക്തരായിരുന്നു, കറകളഞ്ഞ ഭക്തരായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് കാളിയനെ വെറുതെ വിട്ടത്. അതുപോലെ കാളിയൻ വസിച്ചിരുന്നത് അതിലും വലിയൊരു ഭക്തയുടെ ഉള്ളിലായിരുന്നു, അതായത് യമുനയിലായിരുന്നു. അതും വളരെ വലിയ ഭക്തയാണ്. അതുകൊണ്ട് ഇവരെയൊക്കെ വിചാരിച്ച് ഭഗവാൻ കാളിയനെ വെറുതെ വിട്ടു. അപ്പൊ ഡിവോട്ടി അസോസിയേഷന്റെ ആ ഗുണമാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ ഇവിടെ ഭഗവാന്റെ ഭക്തി നമുക്ക് കിട്ടണമെങ്കിൽ ഭഗവാനെ നേരിട്ട് ഭജിക്കുന്നതിലും കൂടുതൽ, ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? ഭഗവാനെ നേരിട്ട് ഭജിക്കുന്നതിൽ കൂടുതൽ ഭഗവാന്റെ ഭക്തരെ പരീക്ഷിക്കുക, അല്ലെങ്കിൽ പരീക്ഷിക്കുകയല്ല, ഭജിക്കുക. അപ്പൊ അവരെ പ്രീതിപ്പെടുത്തണം. ഭഗവാന്റെ ഭക്തരെ പ്രീതിപ്പെടുത്തുന്നതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. പത്മപുരാണത്തില് ശിവഭഗവാൻ പാർവതി ദേവിയോട് പറയുന്നുണ്ട്, ആരാധനാനാം സർവേശാം വിഷ്ണുർ ആരാധനാ പരം തസ്മാത് പരതരം ദേവി തദീയാനം സമർച്ചനം എന്നാണ് അവിടെ പറയുന്നത്. ആരാധനാനാം വിഷ്ണു, ആരാധന, ഏറ്റവും വലിയ ആരാധന, അതായത് പ്രാർത്ഥനകളിൽ ഏറ്റവും വലിയ പ്രാർത്ഥന, അല്ലെങ്കിൽ ആരാധനയിൽ ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത് വിഷ്ണു ആരാധനയാണെന്ന് പറയുന്നു. ആദ്യത്തെ സെന്റൻസിൽ അതാണ് പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോ പാർവതി ദേവിക്ക് ഭയങ്കര വിഷമായി. എന്താ? പാർവതി ദേവി ആരെയാണ് ആരാധിക്കുന്നത്? തന്റെ ഭർത്താവായ ശിവഭഗവാനെയാണ് ആരാധിക്കുന്നത്. അപ്പം ഭഗവാന് ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്നൊരു പേടി പാർവതി ദേവിക്ക് വന്നു. പക്ഷെ രണ്ടാമത്തെ സെന്റൻസ് എന്താ പറയുന്നേ? തസ്മാത് പരതരം ദേവി തദീയാനം സമർച്ചനം. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് വിഷ്ണുവിന്റെ ഭക്തരെ ആരാധിക്കുന്നതാണ് കൂടുതൽ ഉത്തമം എന്ന് പറഞ്ഞു. അതായത് അപ്പൊ ദേവിക്ക് സന്തോഷമായി, പാർവതി ദേവിക്ക് സന്തോഷമായി. കാരണം എന്താണ്? ശിവഭഗവാനാണ് ഏറ്റവും വലിയ ഭക്തൻ, അല്ലെ? വൈഷ്ണവാനാം യഥാശംഭു എന്നാ പറയുന്നത്. വൈഷ്ണവരിൽ ഏറ്റവും വലിയ ഭക്തൻ എന്ന് പറയുന്നത്
ശംഭുവാണ്, അതായത് മഹാദേവനാണ്. അപ്പൊ മഹാദേവനെ ഭജിക്കുന്ന ഞാൻ എന്തുകൊണ്ടും ഉത്തമയാണ് എന്ന് പാർവതീദേവിക്ക് കേട്ടു, വളരെ സന്തോഷമായി. അപ്പൊ ഇത്രയും ഭാഗവത്തിൽ നിന്നുള്ള കഥകളാണ് നമ്മൾ കേട്ടത്. ഭാഗവതത്തിലെ കഥകളിൽ എല്ലാം ഭഗവാന്റെ ഭക്തരെയും ഭഗവാനെയും ഭജിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിലെ ഒരു കഥയിലേക്ക് പോകാം. ചൈതന്യ ചരിതാമൃതം വളരെ മനോഹരമായ ഒരു കഥയാണിത്. ചൈതന്യ മഹാപ്രഭു ജഗന്നാഥപുരിയിലുണ്ടായിരുന്ന സമയത്തുള്ള ഒരു കഥയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം സാർവഭൗമ ഭട്ടാചാര്യ, അദ്ദേഹം ബൃഹസ്പതിയാണ് കേട്ടോ. അത് ബൃഹസ്പതി, അതായത് നല്ല പണ്ഡിതനാണ്. അതുപോലെ അദ്ദേഹത്തെ പോലെ വേറൊരു പണ്ഡിതൻ ആ സമയത്ത് ഉണ്ടായിരുന്നേ ഇല്ല. അദ്ദേഹം ആദ്യമൊക്കെ നിരാകാരവാദിയായിരുന്നു. പിന്നെ നമ്മുടെ ചൈതന്യ മഹാപ്രഭുമായിട്ടുള്ള ഒരു അടുപ്പത്തിൽ, ആ ഒരു സത്സംഗത്തില് അദ്ദേഹം വളരെ ഒരു ഭക്തനായി, നിരാകാരവാദമൊക്കെ മാറ്റി അദ്ദേഹം വളരെ നല്ലൊരു ഭക്തനായി മാറി. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു സാധാരണഗതിയിൽ അങ്ങനെ ആരുടെയും അടുത്തൊന്നും പോകാറില്ല. പക്ഷെ നല്ല ഭക്തന്മാർ അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അവരുടെ വീടുകളിൽ പോകും. ഇപ്പൊ സാർവഭൗമ ഭട്ടാചാര്യായിരുന്നു ആ സമയത്ത് ജഗന്നാഥപുരിയിലെ എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരുന്നു ജഗന്നാഥപുരിയിൽ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. അപ്പൊ അദ്ദേഹം ഒരിക്കൽ ചൈതന്യ മഹാപ്രഭുവിനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എന്തിനാ? ഭക്ഷണത്തിനായിട്ട് ക്ഷണിച്ചു, പ്രസാദം കഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചു. അപ്പൊ നല്ല നല്ല ഭക്തരെ വിളിച്ചാൽ ചൈതന്യ മഹാപ്രഭു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ സാർവഭൗമ ഭട്ടാചാര്യ ഭഗവാന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഉത്തമ ഭക്തനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പോയി ആരുടെ അടുത്ത്? സാർവഭൗമ ഭട്ടാചാര്യരുടെ വീട്ടിൽ പോയി. അപ്പൊ അവിടെ പോയി പ്രസാദം കഴിക്കാനായിട്ട് ചെന്നു. അപ്പൊ ഇവിടെ ആണെങ്കിൽ സാർവഭൗമ ഭട്ടാചാര്യം ഭാര്യ അവര് ബ്രാഹ്മണരാണ്, അന്തർജനവും കൂടി ഒരുപാട് നല്ല സദ്യയൊക്കെ ഒരുക്കി. അതുപോലെ ജഗന്നാഥപുരിയിലെ ഒരുപാട് നല്ല പ്രസാദം എല്ലാം, പലതരത്തിലുള്ള പ്രസാദങ്ങളെല്ലാം കൊണ്ടുവന്നു. ഒരുപാട് ഭയങ്കര വിഭവ സമൃദ്ധമായ ഒരു സദ്യ ഒരുക്കി. അങ്ങനെ സദ്യ ഒരുക്കി മഹാപ്രഭു എന്നെ ആനയിച്ച് അവര് ഭക്തിയോടെ ആദരിച്ച് കഴിക്കേണ്ട സ്ഥലത്ത് കൊണ്ടുവന്നിരുത്തി. അപ്പോഴേക്കും സാർവഭൗമ ഭട്ടാചാര്യരുടെ മരുമകൻ അവിടെ ഉണ്ടായിരുന്നു. ഈ മരുമകന്റെ പേര് ഈ മരുമകന്റെ പേര് അമോഘ എന്നായിരുന്നു. ഈ അമോഘ ഭക്തനല്ലെന്ന് മാത്രമല്ല, മഹാപ്രഭുവിനോട് വളരെ അസൂയാലുമായിരുന്നു. മഹാപ്രഭുവിനെ ഇഷ്ടമുണ്ടായിരുന്നില്ല അമോഘയ്ക്ക്. അമോഘ അപ്പൊ മഹാപ്രഭു കഴിക്കാനിരുന്ന സമയത്ത് അമോഘ വന്ന് പറഞ്ഞു, നിങ്ങൾ എന്തൊരു സന്യാസിയാണ്, സന്യാസിമാർ ഇങ്ങനെ മറ്റുള്ളവരുടെ വീട്ടിൽ പോയി ഇത്രയും വിഭവ സമൃദ്ധമായ ഒരു സദ്യയൊക്കെ കഴിക്കുമോ? നിങ്ങളെ ആരാണ് സന്യാസി ആക്കിയത്? നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ സന്യാസികളെല്ലാം സർവ സംഘ പരിത്യാഗികളല്ലേ, അവർക്ക് ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ചോദിച്ച് മഹാപ്രഭുവിനെ അങ്ങോട്ട് വല്ലാതെ അവഹേളിച്ചു. മഹാപ്രഭുവിന് ഒന്നും തോന്നിയില്ല. കാരണം എന്താണ്? അദ്ദേഹം ശുദ്ധ ഭക്തനാണ്, ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഭഗവാന് മറ്റൊരാൾ എന്തെങ്കിലും പറഞ്ഞാലോ കളിയാക്കിയാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അദ്ദേഹം ഒരിക്കലും വ്യാകുലനാകുകയില്ല. അദ്ദേഹം ഒരു ശകലം പോലും ഒന്നും, അദ്ദേഹത്തിന് ഒരു മാറ്റം ഉണ്ടായില്ല. അദ്ദേഹം വെറുതെ അവിടെ ഇരുന്നതേ ഉള്ളൂ. ഏത് ഭാവത്തിലാണോ അദ്ദേഹം കഴിക്കാനിരുന്നത് ആ ഒരു ഭാവത്തിൽ തന്നെ അദ്ദേഹം അവിടെ ഇരുന്നു. പക്ഷേ സാർവഭൗമ ഭട്ടാചാര്യക്ക് ഒട്ടും സഹിച്ചില്ല. അദ്ദേഹം ഒന്നാമത് അദ്ദേഹം വിളിച്ചു വരുത്തിയ അതിഥി തന്റെ പ്രഭു, ഗുരു എല്ലാം കൂടിയാണ് ചൈതന്യ മഹാപ്രഭു. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിനെ അവഹേളിച്ചത് സാർവഭൗമ ഭട്ടാചാര്യക്ക് ഭയങ്കര ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, അമോഘ, നിന്നെ ഞാൻ ഇന്ന് കൊന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അമോഘ, അപ്പോഴത്തേക്കിനും അമോഘ ഇറങ്ങി ഓടി. അമോഘയുടെ പുറകെ സാർവഭൗമ ഭട്ടാചാര്യ ഓടി. അതിന്റെ പുറകെ സാർവഭൗമ ഭട്ടാചാര്യയുടെ ഭാര്യ ഓടി, അന്തർജനം ഓടി. അന്തർജനം പറയുന്നുണ്ട്, ബ്രാഹ്മണനാനെ കൊല്ലരുതേ, ബ്രാഹ്മണശാപം വരുത്തരുതേ വിളിച്ചോണ്ടാണ് ഓടുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞ അവസാനം ചൈതന്യ മഹാപ്രഭു വിളിച്ചു, സാർവഭൗമ ഭട്ടാചാര്യ ഇവിടെ വരൂ, ഒന്നും ചെയ്യരുത്, അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്, അദ്ദേഹത്തെ വെറുതെ വിടൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ വെറുതെ വിട്ടു. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് ഇനി കയറ്റില്ല എന്ന് പറഞ്ഞ് സാർവഭൗമ ഭട്ടാചാര്യ ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിന്റെ കാൽക്ക് വീണ് ക്ഷമ യാചിച്ചു. ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് പറഞ്ഞപ്പോ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നീ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല, അങ്ങ് എന്താ തെറ്റ് ചെയ്തിരിക്കുന്നത്? ഒന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഭക്തന് അല്ലെങ്കിൽ ഭഗവാൻ സ്വയം ഒരിക്കലും ഈ ഇങ്ങനെയുള്ള വികാരക്ഷോഭങ്ങൾ ഒന്നും ഉണ്ടാകുകയില്ല. അദ്ദേഹം ഇതിലൊന്നും
ഒട്ടും വ്യാകുലനായില്ല. അദ്ദേഹം എങ്ങനെയാണോ കഴിക്കാനിരുന്നത് ആ രീതിയിൽ തന്നെ ആ പ്രസാദങ്ങളെല്ലാം കഴിച്ച് അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോയി. പിറ്റേ ദിവസം സാർവഭൗമ ഭട്ടാചാര്യക്ക് വിഷമായി. എന്താ കാരണം? അമോഘ വല്ലാതെ അസുഖം പിടിച്ചു. കാര്യം പറഞ്ഞ അമോഘ അന്നേരം തെറ്റ് ചെയ്തെന്നുള്ള ശരി തന്നെയാണ്. പക്ഷെ സ്വന്തം ആളായതുകൊണ്ട്, മരുമകനാണ്, അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുന്ന കൊല്ലും തിന്നും എന്നൊക്കെ പറഞ്ഞാലും കാര്യം വരുമ്പോ ഒരു വിഷമം വരും. അപ്പൊ അങ്ങനെ അമോഘയ്ക്ക് പെട്ടെന്ന് അസുഖം വന്നു. വളരെ മൂർച്ഛിച്ചു. കോളറയാണ്. ആ സമയത്ത് കോളറയൊക്കെ വന്നു കഴിഞ്ഞാല് ഒരു ചികിത്സയൊന്നുമില്ല. അപ്പൊ അമോഘ അങ്ങനെ മരിക്കാറായ ഒരു ലെവലിലേക്ക് എത്തി. അപ്പത്തേക്കിനും സാർവഭൗമ ഭട്ടാചാര്യ ഓടി മഹാപ്രഭുവിന്റെ അടുക്ക ചെന്നു. മഹാപ്രഭുവിനോട് പറഞ്ഞു, ഇങ്ങനെ അമോഘയ്ക്ക് തീരെ വയ്യ, അമോഘയ്ക്ക് തീരെ വയ്യ, അതുകൊണ്ട് അമോഘയെ ഒന്ന് വന്ന് അങ്ങ് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ അമോഘയുടെ കാര്യം ഇങ്ങനെ അമോഘയ്ക്ക് വയ്യ എന്ന് കേട്ടതും സാർവഭൗമ ഭട്ടാചാര്യക്ക് മുമ്പേ ചൈതന്യ മഹാപ്രഭു ഇറങ്ങി ഓടി. എങ്ങോട്ട്? സാർവഭൗമ ഭട്ടാചാര്യയുടെ വീട്ടിലേക്ക്. അത്രയ്ക്കും ആണ് ഭഗവാന്റെ അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു മേഴ്സി. അദ്ദേഹം ഇറങ്ങി ഓടി ചെന്ന് അമോഘയുടെ അടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ കൈകൾ അമോഘയുടെ നെഞ്ചത്ത് ഇങ്ങനെ വെച്ചു. നെഞ്ചത്ത് വെച്ചിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ ഇങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞതും അമോഘ പെട്ടെന്ന് ചാടി എണീറ്റിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ എക്കാളും ശക്തിയോടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് ചാടാൻ തുടങ്ങി. അവിടെ കിടന്ന് ചാടാൻ തുടങ്ങി. പെട്ടെന്ന് ആ അസുഖമെല്ലാം മാറി. സാർവഭൗമ ഭട്ടാചാര്യയും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വളരെ എന്താ പറയാ, വളരെ സന്തോഷവാനായി, അല്ലെ അത്ഭുതം കൊണ്ട് പരവശരായി അവര്. കാരണം മരിക്കാനായി കിടക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ ഭഗവാന്റെ ആ ഒരു മേഴ്സി അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു സ്നേഹ വായ്പ എന്ന് പറയുന്നത് അതാണ്. എന്തുകൊണ്ടാണ് സാർവഭൗമ ഭട്ടാചാര്യയുടെ മരുമകനായതുകൊണ്ടാണ് അമോഘയ്ക്ക് അങ്ങനെ ഒരു അനുഗ്രഹം ആര് കൊടുത്തത്? മഹാപ്രഭു കൊടുത്തത്. അല്ലെങ്കിൽ ഒരിക്കലും അമോഘയ്ക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കൊടുക്കുകയല്ല. അപ്പം ഇത്രയും മേഴ്സിഫുൾ ആയിട്ടുള്ള ഭഗവാൻ എന്തിനു ക്ഷമിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് അമോഘയെ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് സാർവഭൗമ ഭട്ടാചാര്യയുടെ, അതായത് ശുദ്ധ ഭക്തന്റെ അത്രയും ശുദ്ധ ഭക്തരോട് അത്രയും തൽപരനാണ് ഭഗവാനും ഭഗവാന്റെ ബാക്കിയുള്ള എല്ലാ അവതാരങ്ങളും. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് മാത്രം സാർവഭൗമ ഭട്ടാചാര്യയുടെ മരുമകനായ അമോഘ രക്ഷപ്പെട്ടു. അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഭക്തവാത്സല്യം എന്ന് പറയുന്നത്. അദ്ദേഹം പറയാണ്, അത്യന്ത ദുർലഭ കൃഷ്ണ പ്രേമം കോരി ബാരേദാന ശിഖായേ ശരണാഗതി ഭക്തേര പ്രാണ എന്ന് പറഞ്ഞ യോഗ്യതയൊന്നും നോക്കാതെ കൃഷ്ണപ്രേമം വാരി വാരി ആൾക്കാർക്ക് കൊടുത്തയാളാണ് മഹാപ്രഭു. പക്ഷെ വൈഷ്ണവരെ നിന്ദിക്കുന്നവർക്ക് ഒരിക്കലും കൊടുക്കില്ല. വൈഷ്ണവരോടുള്ള നിന്ദ ഒരിക്കലും ചൈതന്യ മഹാപ്രഭു സഹിക്കില്ല. പക്ഷെ ഇയാള് പക്ഷെ നിന്ദ ചെയ്തത് ഭഗവാനോടാണ്. ഭഗവാനോട് നേരിട്ട് ആണ് ചെയ്തത്. അത് ഭഗവാൻ ക്ഷമിക്കും. പക്ഷെ ഈ ചെയ്തത് ആരോടായിരുന്നു? സാർവഭൗമ ഭട്ടാചാര്യയോടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭു ക്ഷമിക്കില്ലായിരുന്നു. അപ്പൊ ഭഗവാനോടുള്ള അല്ലെങ്കിൽ ഭക്തരോടുള്ള വാത്സല്യം അത്രയധികമാണ് മഹാപ്രഭുവിന്. മഹാപ്രഭു നമുക്കറിയാം മറ്റാരുമല്ല, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. രാധയുടെ ആ ഒരു രാധാറാണിയുടെ ആ ഒരു ഭാവത്തിൽ വന്ന ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു. അപ്പൊ ഇതാണ് ഭഗവാന്റെ മറ്റൊരു കഥ. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഭഗവാനും ഭഗവാന്റെ ഭക്തരും, ഭഗവാന് കൂടുതൽ ഇഷ്ടം ഭഗവാന്റെ ഭക്തരെ സേവിക്കുന്നതിലാണ് കൂടുതലും ഇഷ്ടം എന്ന് പറയുന്നു. അപ്പൊ അതുപോലെ പിന്നെ ഒരു കഥയും കൂടെ പറയാൻ നേരമുണ്ടോ പ്രഭു? ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ ബാലാജി, പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി വേറൊരു കഥയും കൂടെ ഞാൻ പറയാം. അത് ശ്രീവാസ് ഠാക്കൂറിന്റെ, അത് ഇതുപോലെ ചൈതന്യ മഹാപ്രഭുവിന്റെ കാര്യം തന്നെയാണ്. ശ്രീവാസ് ഠാക്കൂർ, നമുക്കറിയാം ശ്രീവാസ് ഠാക്കൂർ ആരാണെന്ന്. ശ്രീവാസ് ഠാക്കൂറിന്റെ പൂജാമുറിയില് ഒരിക്കലും സംഭവിച്ചതാണ്. അതിന് മഹാപ്രകാശ ലീല എന്ന് പറയും. ചൈതന്യ ഭാഗവത്തിലെ ഒരു കഥയാണിത്. ഇവിടെ മഹാപ്രഭു സാധാരണഗതി മഹാപ്രഭു എപ്പോഴും ഇരിക്കുന്നത് ഭക്തന്റെ ഭാവത്തിലാണ്.
പക്ഷെ ഈ മഹാപ്രകാശ ലീലയില് മഹാപ്രഭു എന്താ ചെയ്തത്? ഭഗവാന്റെ ഭാവത്തിലിരുന്നു. അവിടെ ഈ ശ്രീവാസ് ഠാക്കൂറിന്റെ പൂജാമുറിയില് ഒരുപാട് ശാലഗ്രാം ശിലകൾ ഉണ്ടായിരുന്നു. ഈ ശാലഗ്രാം ശിലകളെല്ലാം എടുത്ത് തന്റെ മടിയിൽ വെച്ച്, ഭഗവാന്റെ മടിയിൽ വെച്ചിട്ട് ഭഗവാൻ പറഞ്ഞു, ഞാൻ ഭഗവാനാണ്, നിങ്ങൾ എന്നെ ആരാധിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പത്തേക്കിനും അവിടെ ഉണ്ടായിരുന്ന ഭക്തരെല്ലാം കൂടെ പെട്ടെന്ന് എല്ലാ സാധന സാമഗ്രികളെല്ലാം അടുപ്പിച്ചു. എല്ലാം കൊണ്ടും അഭിഷേകം ചെയ്യുകയാണ്, ഭഗവാനെ എല്ലാം കൊണ്ടും അഭിഷേകം ചെയ്യുകയാണ്. വെള്ളം കൊണ്ടും പാല് കൊണ്ടും തേൻ കൊണ്ടും എന്ന് വേണ്ട, കരിക്കിൻ വെള്ളം കൊണ്ടും എല്ലാം ഇങ്ങനെ അഭിഷേകം ചെയ്യുക. അപ്പൊ ഇങ്ങനെ കുറെ കുടങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കുടത്തിലെല്ലാം വെള്ളം കോരാനായിട്ട് അവിടുത്തെ ശ്രീവാസ് ഠാക്കൂറിന്റെ ഒരു പരിചാരികയുണ്ട്. ആ പരിചാരികയുടെ പേര് ദുഃഖി എന്നാണ്. ദുഃഖിയോട് പറഞ്ഞു വേഗം വേഗം വെള്ളങ്ങൾ കൊണ്ടുവന്ന് വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ദുഃഖി ഓരോ പാത്രത്തിൽ ഇങ്ങനെ യമുനെ പോയി വെള്ളം കോരി ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും. ഇങ്ങനെ ഓരോ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അപ്പം ചൈതന്യ മഹാപ്രഭു ഈ ദുഃഖിയെ ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ വളരെ വിനയത്തോടെ. ദുഃഖിക്കൊന്നും അറിയത്തില്ല ഇത് ശ്രീവാസ് ഠാക്കൂറിന്റെ ആരൊക്കെയാണ്, കൂട്ടുകാരാണ് എന്നാ മനസ്സിലാകുന്നുള്ളൂ. അല്ലാതെ ഇത് ആരാണ്, എന്താണ് ഭക്തി, എന്താണ് ഭഗവാൻ, എന്താണ്, ഇതൊന്നും ആർക്കും ഈ ദുഃഖിക്ക് അറിയത്തില്ല. ദുഃഖി ആ പറഞ്ഞ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കുടം നിറച്ച് അത് കഴിഞ്ഞ് പിന്നെ അത് അവിടെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ പോയി കുടങ്ങൾ ഇങ്ങനെ നിർത്തിയിരിക്കുക. അടുത്ത കുടം എടുത്തു, അത് കൊണ്ടേ വെച്ചു. ഇങ്ങനെ പണി എടുത്തോണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ സമയത്ത് ചൈതന്യ മഹാപ്രഭു ഓരോരുത്തർക്കും അവരുടേതായ ഓരോരോ ഭാവങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മുരാരി ഗുപ്ത ആണെങ്കിൽ ഹനുമാനായിരുന്നു. അപ്പൊ ഹനുമാൻ ഏറ്റവും ഇഷ്ടം ശ്രീരാമചന്ദ്ര ഭഗവാനെ. അപ്പൊ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ആ ഒരു രൂപം കാണിച്ചു കൊടുക്കുന്നുണ്ട്. കൃഷ്ണ ഭഗവാനെ ഇഷ്ടമുള്ളവരെ കൃഷ്ണ ഭഗവാനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭഗവാന്റെ ആ മഹാപ്രകാശ ലീല നടന്നുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പൊ ഈ ഭഗവാൻ ഇത് ശ്രദ്ധിച്ചു. ഈ ദുഃഖി ഇങ്ങനെ മാറി പോകുന്നു. അപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഭഗവാനോട് ചോദിക്കുക ഇത് ആരാണ് ഇത് എന്ന് ചോദിക്കുന്നത്. അപ്പൊ പറഞ്ഞു ഇതിങ്ങനെ അവരെ ഇങ്ങോട്ട് വിളിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വിളിച്ചു. എന്നിട്ട് അവരെ തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, നീ ഇനി മുതൽ ദുഃഖിയല്ല, നീ സുഖിയാണെന്ന് പറഞ്ഞു. അങ്ങനെ സുഖിയാണെന്ന് പറഞ്ഞ് ഭഗവാൻ അവർക്ക് എന്ത് കൊടുത്തു? കൃഷ്ണപ്രേമം കൊടുത്തു. അവർക്ക് ആ സുഖിയാണെന്ന് പറഞ്ഞ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു കൈ തലയിൽ തൊട്ടതും ഈ ദുഃഖി എന്ത് ചെയ്തു? നിലത്തങ്ങ് വീണു ഉരുണ്ട് കിടന്ന് ഹരേകൃഷ്ണ മഹാമന്ത്രം ചൊല്ലാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ഹരേകൃഷ്ണ മഹാമന്ത്രം ചൊല്ലി അങ്ങനെ ദുഃഖി സുഖിയായി. അതുപോലെ തന്നെ ദുഃഖിയുടെ ആ ക്ഷീണമെല്ലാം മാറി. അങ്ങനെ ദുഃഖിക്ക് കൃഷ്ണപ്രേമം വാരിക്കോരി കൊടുത്തു. അതാണ് ഭഗവാന്റെ ലീല. ഭഗവാൻ എന്തുകൊണ്ട് കൊടുത്തു? കാരണം ഹരിദാസ് ഠാക്കൂറിന്റെ, അതായത് ശുദ്ധ ഭക്തന്റെ സേവകയായിരുന്നു. ആ സേവനം ശുദ്ധ ഭക്തന്റെ സേവകയായതുകൊണ്ടാണ് അദ്ദേഹം ചൈതന്യ മഹാപ്രഭു ഈ സുഖിക്ക് അല്ലെങ്കിൽ ദുഃഖിക്ക് ഈ ഒരു അനുഗ്രഹം കൊടുത്തത്. അതാണ് ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാന് അങ്ങനെയാണ്. ഭഗവാന്റെ ശുദ്ധ ഭക്തർക്ക് ഭഗവാന് ഇഷ്ടം പോലെ അനുഗ്രഹങ്ങൾ കൊടുക്കും. ഇവിടെ ദുഃഖിക്ക് ഭഗവാന്റെ ആ ഒരു കാരുണ്യം കൊടുത്തു, കൃഷ്ണപ്രേമം കൊടുത്തു. അതാണ് ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത്. അതുപോലെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നുണ്ട്. അതായത് അത് ഇതിന്റെ അകത്ത് ഭഗവാൻ പറയുന്നതാണ്. നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയുന്ന ഒരു ശ്ലോകമാണ്. ചൈതന്യ ചരിതാമൃതം മധ്യലീലയില് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി കോട്ട് ചെയ്തിരിക്കുകയാണ്. യേമേ ഭക്താ ജനാ പാർത്ഥ നമേ ഭക്താശ്ച തേ ജന മദ്ഭക്താനാം ചയേ ഭക്താ തേമേ ഭക്ത തമോമത. എന്താണെന്ന് ചോദിച്ചാല് ഭഗവാൻ പറയുന്നു, എന്നെ നേരിട്ട് ആരാധിക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ എന്റെ ഭക്തരല്ല. പിന്നെ എങ്ങനെയാണ്? എന്റെ ഭക്തരുടെ സേവകരാണ് എന്റെ ശരിക്കുള്ള ഭക്തർ. ഇതാണ് ഈ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം. യേമേ ഭക്താ ജനാ പാർത്ഥ, അതായത് എന്നെ നേരിട്ട് ആരാധിക്കുന്നവര് പാർത്ഥ. എന്താണ്? എന്റെ ഭക്തരല്ല. നമേ ഭക്താശ്ച തേ ജന മദ്ഭക്താനാം ചയേ ഭക്ത തേമേ ഭക്ത തമാമദഹ. അതായത് എന്നെ നേരിട്ട് ആരാധിക്കുന്നവരെക്കാൾ അല്ലെങ്കിൽ അവരെക്കാൾ നല്ല ഭക്തര്, ശുദ്ധ ഭക്തര് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് എന്റെ ഭക്തരെ ആരാധിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മള് ദിവസത്തിൽ 3 പ്രാവശ്യം യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ പ്രസാദാത് നഗതി കുതോപി, അതായത് 3 നേരവും നമ്മള് ധ്യായൻ അതായത് 3 നേരവും നമ്മൾ ഭഗവാനെ
ഗുരുക്കന്മാരെ ആരാധിക്കുന്നത്. യസ്യ പ്രസാദാൽ ഭഗവത് പ്രസാദോ യസ്യ പ്രസാദാൽ നഗതി കുതോബി എന്ന് പറയുന്നത്. കാരണം ആ ഭഗവാന്റെ അതായത് ഗുരുക്കന്മാരുടെ പ്രസാദം ഇല്ലെങ്കിൽ നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കില്ല. ഈ ഗുരുക്കന്മാരാണ് നമ്മളെ നേരിട്ട് ഭഗവാനിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ നേരിട്ട് പോയാൽ ഒരിക്കലും നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കില്ല. അത് ഭഗവാൻ നേരിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറഞ്ഞിരിക്കുന്ന ശ്ലോകമാണിത്. ഇത് ആദി പുരാണത്തിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നതാണ്. ഇത് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ചൈതന്യ ചരിതാമൃതം മധ്യലീലയിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നേരിട്ട് ഒരിക്കലും ഭഗവാന്റെ അടുത്തേക്ക് പോയിട്ട് യാതൊരു കാര്യമില്ല. വയ മീഡിയം വേണം. അത് ആരാണ് വയ മീഡിയം എന്ന് പറയുന്നത്? നമ്മുടെ ആധ്യാത്മിക ഗുരുവാണ്. ആധ്യാത്മിക ഗുരുവിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടതെന്ന് നമ്മൾ ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ട് അല്ലെ? തദ്ബുദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തി ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. അതായത് നമ്മള് വളരെ താഴ്മയോടുകൂടി ഒരു ഗുരുവിനെ സ്വീകരിക്കണം. അതുപോലെ വളരെ താഴ്മയോടുകൂടി ആ ഗുരുവിനോട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഗുരുവിനോട് ചോദിച്ചറിഞ്ഞ് നമ്മളെ ഭക്തിയുത സേവനം ചെയ്യണം എന്നാണ് ഈ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം. ഇതാണ് നമ്മുടെ ഭക്തിയുടെ അല്ലെങ്കിൽ സത്സംഗത്തിന്റെ ഗുണങ്ങൾ. അപ്പൊ നമ്മളറിയാം സത്സംഗത്തിൽ വന്നാല് എന്തെല്ലാം മേന്മകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് സത്സംഗം ആരും ഉപേക്ഷിക്കരുത്. എല്ലാവരും സത്സംഗത്തില് വളരെ കൃത്യമായി വരികയും കൃത്യമായി സത്സംഗം ചെയ്യുകയും വേണം. ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ഭഗവത്ഗീത കി ജയ്. ഗുരുമഹാരാജ് കി ജയ്. നിതായ് ഗൗതമാനന്ദേ. ഹരി ഹരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി എന്തായാലും ഒരു ഒരു ഭാഗവത കഥാമൃതം തന്നെ ഇവിടെ നമുക്ക് തന്നു. അതുപോലെ നമോ മഹാവദന്യായ കൃഷ്ണപ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമിനി ഗൗരദിശ്യ നമാന്നാണ് നമ്മൾ കേട്ടിട്ടുള്ള ചൈതന്യ മഹാപ്രഭുവിനെ പോലെ. അതുപോലെ മാതാജി ഇവിടെ എന്താണ് കൃഷ്ണപ്രേമം ഞങ്ങൾക്കെല്ലാം വാരി വിളമ്പി തന്നിരിക്കുകയാണ്. അപ്പം ഇത്രയും സത്സംഗത്തിന്റെ ആ ഒരു മഹാത്മ്യം അല്ലെങ്കിൽ ആ ഒരു പ്രാധാന്യം ആ ഒരു വൈഷ്ണവ അസോസിയേഷന്റെ ആ ഒരു ഇത് വളരെ വ്യക്തമായിട്ട് എല്ലാവരിലേക്കും മാതാജി എത്തിച്ചു തന്നിരിക്കുകയാണ്. മാതാജിക്ക് ഒരുപാട് താങ്ക്സ്. ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ മാതാജി, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ മാതാജി, നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അതുപോലെ മാതാജി നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതുപോലെ മാതാജിയുടെ കൂടെ സഹപാഠികളായിട്ടുള്ള മാതാജിമാരെ ഞാൻ വെൽക്കം ചെയ്തില്ല, കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം സിനി മാതാജി, ഹരേ കൃഷ്ണ മാതാജി, ഒരുപാട് സന്തോഷം നമ്മുടെ സത്സംഗത്തിൽ കയറി ഞങ്ങൾക്ക് ഒരു അസോസിയേഷൻ തന്നതില്. ധന്യവാദം മാതാജി. സത്യത്തിൽ ഞാനൊരു അപരാധം ചെയ്തു പോയി പ്രഭുജി. ഇവരോടൊന്നും ഞാൻ പറഞ്ഞില്ല. സർപ്രൈസ് തരാൻ വന്നതാ. എല്ലാവരും എത്തും. അത് ഞാൻ 2 ദിവസം എനിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലൊക്കെ പോയതുകൊണ്ട് എനിക്ക് സത്സംഗത്തിൽ, നമ്മുടെ നിത്യമുള്ള സത്സംഗത്തിൽ എനിക്ക് 2 ദിവസം പങ്കെടുക്കാൻ സാധിച്ചില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവരോടൊന്നും പറയാൻ സാധിച്ചില്ല. ശരിക്കും ഞാനൊരു വൈഷ്ണവ അപരാധം ചെയ്ത് അവരെ എന്നെ തോൽപ്പിച്ചു. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ യമുന മാതാജി നമ്മളുടെ സത്സംഗത്തിലുള്ള ആളായിരുന്നു, പക്ഷെ ഇവിടെ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പം അതുപോലെ തന്നെ സതിയ മാതാജി, ഇവരെല്ലാം നിങ്ങളെല്ലാവരും അറിയുന്നവരാണ്. ഇനിയിപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ബാക്കി അപ്പം ഇനി ആരെങ്കിലും ഞാൻ പരിചയപ്പെടാത്തതുണ്ടോ? എനിക്ക് 2 പേരെ അറിയാൻ വയ്യാതേ ഉള്ളൂ, സിനി മാതാജി, ധന്യ മാതാജി. ബാക്കി എല്ലാവരും എന്റെ കൃഷ്ണ ചൈതന്യ പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു എന്തെങ്കിലും, പ്രഭുവിന്റെ അടുത്ത ക്ലാസ് ഉണ്ടെന്ന് അറിയാം. പ്രഭു എന്തെങ്കിലും ഒന്ന് 2 വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരുന്നു. ഹരേ കൃഷ്ണ. ഞാൻ വേറെ പ്രിപ്പറേഷനിലായിരുന്നു എങ്കിലും ഞാൻ മാതാജി പറഞ്ഞിരുന്നത് കൃത്യമായിട്ട് കേട്ടു. പിന്നെ ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അക്ഷയ തൃതീയ. ഇന്നത്തെ സത്സംഗം എന്ന് പറയുന്നത്, സത്സംഗം ഏത് തരത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ മഹത്വം വളരെയധികം കൂടുതലാണ്. നമുക്ക് കണക്ക് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് കണക്കൊന്നും പറയുന്നില്ല. അപ്പൊ ഇതേപോലെ സത്സംഗത്തിൽ ഞാൻ ഇതിന്റെ ഒരു എന്തും കൂടെ നോക്കി, ഏതാണ് അറ്റൻഡൻസ് നോക്കി. സാധാരണ ഞാനൊക്കെ ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 പേര് ഇതിനിടയ്ക്ക് പൊഴിഞ്ഞു പോകും ഇല്ലേ? പിന്നെ വന്നും പോയൊക്കെ നിൽക്കുമായിരുന്നു. ഇത് സ്റ്റിൽ അറ്റൻഡൻസ് ആയിരുന്നു.
അപ്പൊ മാതാജിമാർക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു, ആ സബ്ജക്ട് എന്തുമാത്രം ഇഷ്ടപ്പെട്ടു, എങ്ങനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രാധാന്യം. അപ്പൊ അതുകൊണ്ട് വളരെ നന്ദിയുണ്ട്. പുതുതായിട്ടുള്ള ഒരു അംഗൻവാടി മെമ്പറാണ്. ഞങ്ങളൊക്കെ അംഗൻവാടി മെമ്പേഴ്സ് ആണല്ലോ. ഗുരുവിനെ സ്വീകരിച്ചു എന്ന് വിചാരിച്ചിട്ട് എന്തോ വലിയൊരു സംഭവമാണെന്ന് ആരും ധരിക്കണ്ട. അംഗൻവാടിയിൽ ഒരു കുട്ടിയെ കൊണ്ട് ജോയിൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ പഠിച്ചെടുക്കുന്നോ, ആ അംഗൻവാടിയിൽ തന്നെ കുറെ കാലം ഇങ്ങനെ പഠിച്ചതിന് ശേഷം ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അതാണ് ഗുരു ആശ്രയ അല്ലെ ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാലൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും പുതുതായിട്ട് വന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു അംഗൻവാടി മെമ്പറാണ് ആര്, സാവിത്രി കെ ശ്രീ ദേവദാസി മാതാജി. ഇത്രയും എന്താ പറയാ, ഇത് അംഗൻവാടിയിലല്ല, ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ കൊണ്ടിരുത്തേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് സെക്കൻഡ് രജിസ്ട്രേഷൻ ഒക്കെ എടുക്കാനുള്ള ഒരു പദവിയിലേക്കൊക്കെ എത്തിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നന്നായിരുന്നു ക്ലാസ് ഒക്കെ. ഗുരുവിന്റെ പ്രത്യേകിച്ച് ഗുരുവിന് നമ്മൾ കൊടുക്കുന്ന വാക്ക്, നമ്മൾ ഓരോരുത്തരും ഈ ഇരിക്കുന്നവരൊക്കെ അങ്ങനെ ഒരു പാതയിൽ എത്തണം എന്നുള്ള കാര്യം ആദ്യമേ തന്നെ മാതാജി സൂചിപ്പിച്ചിരുന്നു. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ നമ്മുടെ യാത്രയ്ക്കുള്ള ഒരു ടിക്കറ്റ് അവിടുന്നേ കിട്ടുള്ളൂ. അല്ല നമ്മൾ എന്ത് അംഗം നടത്തി എന്ന് പറഞ്ഞാലും ടിക്കറ്റ് കിട്ടാൻ വലിയ പാടാണ്. നമ്മളെല്ലാം തയ്യാറാക്കി വെക്കും, ഇല്ലേ? പൈസ റെഡിയാക്കി വെക്കും, പോകാനുള്ള സ്ഥലം നമ്മൾ അന്വേഷിച്ച് വെക്കും, അവിടെ പോകേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. പക്ഷെ പോകാനുള്ള ടിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗുരുവിൽ നിന്നേ കിട്ടുള്ളൂ. ആ ടിക്കറ്റുമായിട്ട് മാത്രമേ നമുക്ക് ആ കടമ്പ കടക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തായാലും ഇന്നത്തെ അക്ഷയ തൃതീയയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ആത്മീയമായിട്ടുള്ള, ഇല്ലേ? അപ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഗംഗ ഭൂമിയിലേക്ക് അവതരിച്ചത് ഇന്നത്തെ ദിവസമാണ്. അതേപോലെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇന്നൊരു ഗംഗ തന്നെ കോട്ടയത്തും അതുപോലെ തന്നെ കേരളത്തിന്റെ പല ഭാഗത്തും അവതരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതെല്ലാവരും അതേപോലെ ആ സീരിയസോട് കൂടിയിട്ട് കാണുക. ഇതേപോലെ തന്നെ നമുക്കും ആവാൻ പറ്റില്ല എന്ന് ഇതുപോലെ ചിന്തിക്കുക. തീർച്ചയായിട്ടും ആവാൻ പറ്റും. ഇവിടെ എന്റെ ഗ്രൂപ്പിൽ എടുക്കുന്നവരെല്ലാവരും ഭയങ്കര ആയിട്ട് ശരിക്കും ക്ലാസ് എടുക്കാൻ കഴിവുള്ളവരാ, എല്ലാവരും നല്ല അറിവുള്ളവരാ. എല്ലാവരും ഓരോ വ്യാഴാഴ്ച മാറി മാറി ക്ലാസ് എടുക്കുന്നവരാണ്. അപ്പൊ ജയേഷ് പ്രഭുവിനോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, ഇവരെ ഓരോരുത്തരെയും ക്ലാസ് എടുക്കാൻ ക്ഷണിക്കുക. ഹരേ കൃഷ്ണ. അതെ, നല്ലൊരു ഒപ്പീനിയൻ ആണ്. ജയേഷ് പ്രഭു അതിനൊരു വേദി ഒരുക്കി കൊടുക്കണം, അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട്. ഇതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ കേൾക്കുക മാത്രമല്ല, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ മാതാജി പറയുന്നത് പ്രഭുവിനോടുള്ള ഒരു അപേക്ഷ എന്ന് പറയുന്നത്, മറ്റുള്ളവർക്ക് ഇതുപോലെ കഴിവുണ്ട്, അവരെ ഈ വേദിയിലേക്ക് തന്നെ കൊണ്ടുവരണം. അവരുടെ കഴിവ് നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയണം, അവർക്ക് അതിനുള്ള ഒരു അവസരം കൊടുക്കണം എന്നാണ് മാതാജി അഭ്യർത്ഥിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രഭു അത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ പറഞ്ഞ് എന്റെ എന്താ പറയാ നിങ്ങളുടെ സമയം ഞാൻ ഇതാക്കുന്നില്ല. എനിക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് കയറേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ നന്ദിയുണ്ട് മാതാജി. എല്ലാവർക്കും വിനീത പ്രണാമമുണ്ട്. ഇനിയും ഇതേപോലുള്ള സത്സംഗത്തിൽ പങ്കെടുക്കാം. പിന്നെ മാതാജി, ഞാൻ ഇവരുടെ ഒരു കൂട്ടത്തിലുള്ള ഒരു അംഗമാണ് കേട്ടോ. മിക്ക ക്ലാസ്സുകളിലും പ്രഭു എനിക്ക് ലിങ്ക് അയച്ചു തരാറുണ്ട്, ഞാൻ കൂടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു അതിഥിയായിട്ടൊന്നും അല്ല, അവരുടെ കൂട്ടത്തിലുള്ള ഒരു അംഗമാണ്. എന്നാലും പ്രഭുവിനെ കണ്ടപ്പോൾ ഞാനൊന്നും ഞെട്ടിയായിരുന്നു. ഹരേ കൃഷ്ണ. ഇതിന്റെ അർത്ഥം. അപ്പൊ പ്രഭു, ഞാൻ എന്തായാലും അനുവാദം ചോദിച്ചുകൊണ്ട് തന്നെ ലീവ് ആവുകയാണ്. സോറി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഇന്ന് വന്ന് പങ്കെടുത്തതിലും ഈ അക്ഷയ തൃതീയ ദിനത്തിൽ നമുക്ക് പ്രഭുവിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായതിൽ ഒരുപാട് സന്തോഷം പ്രഭു. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഇന്ന് ഞാന് എല്ലാവർക്കും അക്ഷയ തൃതീയ ആശംസ നേരുകയാണ്. അതുപോലെ ഇന്ന് മാതാജിയോട് ഞാൻ ക്ലാസ് എടുക്കാൻ പറയും, മാതാജി ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ മാതാജിക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. നമുക്ക് ഇന്ന് എന്തായാലും മനസ്സിലായി മാതാജിക്ക് ഒന്നും അറിയത്തില്ലാത്ത ഒരാളാണെന്നുള്ള കാര്യം ഇന്ന് വ്യക്തമായി ഇന്ന് ക്ലാസ് എടുത്തപ്പം. പിന്നെ മാതാജിയുടെ കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു ഇത് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം മാതാജിയുടെ വീട്ടിലൊരു വൈഷ്ണവൻ ഉണ്ടായിരുന്നു. അതിന് മാതാജിക്ക് സുഖമില്ലാതെ വന്നു. അത് കാരണം ഇന്ന് രാവിലെ ഞാൻ മാതാജിയെ ഭാഗവതം ക്ലാസ് വെച്ച് കണ്ടു. ഒന്നും പ്രിപ്പയർ ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നാലും ആ മാതാജിയുടെ വിനയം കൊണ്ടാണ് അതെന്ന് എനിക്ക് മനസ്സിലായി, ഒന്നും പ്രിപ്പയർ ചെയ്തില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ എന്റെ പൊട്ടത്തരത്തിൽ ഞാൻ എന്തോ കുറച്ച് അവയിൽ പരുവത്തില് മാതാജിയോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ അതെല്ലാം വിഡ്രോ ചെയ്തിരിക്കുന്നു. കാര്യം മാതാജി പറഞ്ഞിരിക്കുന്ന ആ ശ്ലോകങ്ങളൊക്കെ ഞാൻ ഇനി മാതാജിയെ പ്രത്യേകം കൺസൾട്ട് ചെയ്യാനിരിക്കുകയാണ്. ആ പറഞ്ഞിരിക്കുന്ന ചൈതന്യ ചരിതാമൃതത്തിലെ കാര്യങ്ങളും ചൈതന്യ ഭാഗവതവും അതുപോലെ ഭാഗവതത്തിലെയും പത്മപുരാണത്തിലെയും കുറെ ശ്ലോകങ്ങളൊന്നും തന്നെ നമ്മള് അവിടെ ഇവിടെയൊക്കെ ഗുരുക്കന്മാരിങ്ങനെ പറയുന്ന കേട്ടിട്ട് ഉള്ളതല്ലാതെ നമുക്ക് ആധികാരികമായിട്ട് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. മാതാജി അതെല്ലാം കോട്ട് ചെയ്തു. ഓരോന്നും
അതിനെല്ലാം തന്നെ അടിസ്ഥാനപരമായിട്ടാണ് സംസാരിച്ചത്. എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന മാതാജിമാർക്കൊക്കെ അറിയാം, ഞാൻ ചെമ്പ എന്തെങ്കിലും അവിയൽപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേട്ട കാര്യങ്ങള്. അപ്പൊ അത് മാതാജി അതെല്ലാം ഒരു ചിട്ടയില് അത് പ്രത്യേക റെഫറൻസ് കൊടുത്ത് പറഞ്ഞു എന്നാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള റെഫറൻസ് കൊടുത്തു. അങ്ങനെ തന്നെയാണ് എല്ലാവരും ക്ലാസ് എടുക്കേണ്ടത്. അപ്പൊ ഈ പറയുന്ന സിനി മാതാജിക്കും അതുപോലെ ധന്യ മാതാജിക്കും ഒക്കെ ക്ലാസ് എടുക്കാനായിട്ട് വരാം. തീർച്ചയായിട്ടും ഇവിടെ എന്റെ ക്ലാസ്സിൽ ഇവിടെ കയറാൻ നിങ്ങൾക്ക് എപ്പോഴാണെന്ന് സമയം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത ടോപ്പിക്ക് വേണമെങ്കിൽ ഞാൻ ടോപ്പിക്ക് തരാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു സബ്ജക്റ്റ് നിങ്ങൾ തയ്യാറായിട്ട് വരിക, കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി തരുന്നതാണ്. അതുപോലെ ഞാൻ തന്നെ ക്ലാസ് എടുത്തിട്ട് ഇവരെല്ലാം ബോറടിച്ചിട്ടുണ്ടായിരിക്കും. ഞങ്ങള് 10 വർഷം 64 ക്ലാസ്സിലേക്ക് എത്തിച്ചേരാണ്ടിരിക്കുകയാണ്. ഇനി ആ ഒരു സമാപനമേ ഉള്ളൂ 10 വർഷയുടെ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഒരുപാട് ബോറടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മറ്റു പല വിസിറ്റിംഗ് വൈഷ്ണവസിനെ കൊണ്ടുവരുന്നത്. കാര്യം നമ്മൾ തന്നെ ഒരേ ആളെ തന്നെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് മറ്റുള്ള ആൾക്കാർ വന്ന് അവരുടെ നിന്നും ആ ഒരു ഭാഗവത അമൃതം നുകരുക എന്നുള്ളത് എല്ലാവർക്കും അത് ഒരു താല്പര്യമുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ സ്വാഗതം. എപ്പോഴും ഏത് സമയത്തും വരിക, പങ്കെടുക്കുക. അപ്പൊ അതുപോലെ തന്നെ നമ്മള് ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ 2 വർഷത്തോളം ആയി, ഏകദേശം 2 വർഷം പൂർത്തിയായി ഏപ്രിലിൽ ഈ സത്സംഗം തുടങ്ങിയിട്ടുണ്ട്, ഓൺലൈൻ സത്സംഗം. അപ്പൊ അങ്ങനെ നമ്മൾ കഴിഞ്ഞ വർഷം നാട്ടിൽ എല്ലാവരും കൂടി ഒന്ന് സമ്മേളിച്ചിരുന്നു. അത് കോട്ടയത്ത് ഏറ്റുമാനൂരാണ് എൻ്റെ വീട്. അപ്പൊ ഏറ്റുമാനൂരിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് അവിടുന്ന് നമ്മൾ കുറെ ക്ഷേത്രങ്ങളൊക്കെ തീർത്ഥാടനം നടത്തി. കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം രണ്ടാം വർഷം വാർഷിക ആഘോഷിക്കാൻ നമ്മൾ കുറെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ രാധിക മാതാജിയൊക്കെ പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും. അപ്പൊ അത് ജൂൺ 20, 21, 22, 23 തീയതികളിലായിട്ടാണ് പോകുന്നത്. അപ്പൊ അതോടെ കൂടി ഞാൻ അനൗൺസ് ചെയ്യാണ് ഇപ്പം. അപ്പൊ എനിക്ക് അവധി ശരിയാകുന്നില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ലീവ് പാസ്സായി. ഇനി ഒരു വിസ റിന്യൂവലിന്റെ ഒരു പ്രോസസ് കൂടി ഉണ്ട്. ലീവ് പാസ്സായത് കൊണ്ട് ഞാൻ ഭഗവാൻ അനുഗ്രഹിച്ച് നിങ്ങളുടെ എല്ലാം പ്രേയേഴ്സ് ഉണ്ടെങ്കിൽ വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അത് ഏറ്റുമാനൂർ വെച്ചിട്ട് തന്നെയാണ് അസംബ്ലി ചെയ്യുന്നത്. അപ്പൊ ഏറ്റുമാനൂര് ജൂൺ 20 തീയതി ഉച്ച കഴിഞ്ഞ് എല്ലാവരും അസംബ്ലി ചെയ്യണം. അന്ന് നമുക്ക് ചെറിയ പരിപാടികളൊക്കെ ഉള്ളു. അസംബ്ലി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് എന്താ പറയുക, ചെറിയ പ്രാർത്ഥനകളും അങ്ങനെയൊക്കെ ആയിട്ടാണ് ആദ്യത്തെ ദിവസം. ഈ 2ാമത്തെ ദിവസം രാവിലെ തൊട്ട് നമ്മള് തീർത്ഥയാത്ര ആരംഭിക്കുകയാണ്. 2ാമത്തെ ദിവസം രാവിലെ നമ്മള് ഏറ്റുമാനൂർ, കടുത്തുരുത്തി, വൈക്കം എന്ന് പറഞ്ഞ 3 ശിവാലയ ദർശനമുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ ഗണപതിയുടെ മടിയിലിരിക്കുന്ന മള്ളിയൂര്, അതുപോലെ തന്നെ വേദഗിരി, വേദവ്യാസപുരം, അതായത് വേദവ്യാസ ഭഗവാൻ വന്ന് തപസ്സിരുന്ന സ്ഥലം, പഞ്ചപാണ്ഡവര് തപസ് ചെയ്ത സ്ഥലം വേദവ്യാസഗിരി, അവിടെ പോകുന്നുണ്ട്. പിന്നെ ത്രേതായുഗത്തിൽ തന്നെ പ്രതിഷ്ഠിക്കപ്പെട്ട ആദിത്യപുര ക്ഷേത്രം, പിന്നെ സപ്തമാതാക്കള് ഇരിക്കുന്ന നാഗരാജാവും നാഗേഷിയും കൂടെ ഇരിക്കുന്ന വേമ്പനാട്ടുകായലിന്റെ തീരത്തിലുള്ള ആമയുടെ ക്ഷേത്രം, പിന്നെ പൂർണ്ണത്രയീശ ക്ഷേത്രം, അതായത് പൂർണ്ണനായിട്ടുള്ള ഭഗവാൻ ഇരിക്കുന്ന, പൂർണ്ണത്രയീശനായിട്ടിരിക്കുന്ന തൃപ്പൂണിത്തറയിലുള്ള പൂർണ്ണത്രയീ ക്ഷേത്രം. അതാണ് ആദ്യത്തെ ദിവസം. പിന്നെ 2ാമത്തെ ദിവസം നമ്മൾ പോകുന്നത്, അന്ന് വൈകുന്നേരമാണ് ഭഗവത്ഗീത. നമ്മളുടെ ഇനി പ്രേമവൃന്ദാവനത്തിലെ ഭഗവത്ഗീത ക്ലാസ് തുടങ്ങുന്നതിന്റെ അന്ന് പ്രമുഖ വൈഷ്ണവ സംഗമം കൂടി നടത്താണ്ട് വിചാരിച്ചിരിക്കുകയാണ്. അന്ന് വൈഷ്ണവ സംഗമം ഒരുപാട് വൈഷ്ണവരെ വിളിച്ചിട്ടുണ്ട്. എല്ലാവരും എത്ര പേര് വരും എന്നൊന്നും അറിയത്തില്ല, എന്നാലും കുറെ വൈഷ്ണവരെ പ്രതീക്ഷിക്കുന്നു. അന്ന് വൈഷ്ണവ സംഗമമാണ് ഉച്ച കഴിഞ്ഞ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ തീർത്ഥാടനത്തിന് വീണ്ടും പോകുന്നു. അതുപോലെ തിരുനക്കര മഹാദേവ ക്ഷേത്രം, തിരുനക്കര ശ്രീകൃഷ്ണ ക്ഷേത്രം, പിന്നെ 3 നരസിംഹ സ്വാമി ക്ഷേത്രങ്ങള്, പിന്നെ വെന്നിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രം. അതൊരു വളരെ പൗരാണികമായിട്ടുള്ള, നമ്മൾ ഈ ബലിയൊക്കെ ഇടാനായിട്ടൊക്കെ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രം. കർക്കിടക മാസത്തിൽ ബാഹുബലി ഭയങ്കര പ്രാധാന്യമുള്ള സ്ഥലമാണത്. പിന്നെ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം, പിന്നെ എന്താ പറയുന്നത്, ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം, കവിയൂര്, അതുപോലെ കരുവാറ്റ, ഇങ്ങനെ 2 ഹനുമാൻ സ്വാമി ക്ഷേത്രം, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് 2ാമത്തെ ദിവസം പോകുന്നത്. അന്ന് വൈകുന്നേരമാണ് രഥയാത്ര. അന്ന് വൈകുന്നേരം നമ്മൾ ഉച്ച കഴിഞ്ഞ് ഇവിടെ തിരിച്ചെത്തി. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ രഥയാത്ര. അപ്പം രഥയാത്രയോടനുബന്ധിച്ചിട്ട്
ഒരുപാട് കാര്യങ്ങളുണ്ട്, ഗ്ലോറിഫിക്കേഷൻ ഉണ്ട്, നമ്മള് പല കാര്യങ്ങളും അതൊക്കെ ഞാൻ ഗ്രൂപ്പിൽ കൂടെ അറിയിക്കാം. അത് എന്തൊക്കെ ചടങ്ങുകളാണുള്ളത്, നിങ്ങൾ എന്തൊക്കെ കരുതണം എന്നൊക്കെ ഉള്ളത്. പിന്നെ അടുത്തത് പിറ്റേ ദിവസം തീരുന്ന ദിവസം, സമാപന ദിവസം 23-ാം തീയതി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ രാവിലെ മാരാരിക്കുളം, അതുപോലെ അമ്പലപ്പുഴ, ഹരിപ്പാട്, മണ്ണാർശാല, അതുപോലെ മണ്ണാർശാല അവിടെ നിന്ന് നമ്മൾ പിരിയുവാണ്. തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നവർക്ക് വരാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നമ്മൾ പിരിയുവാണ്. നമ്മളിവിടെ ഭഗവാന്റെ പ്രസാദമൊക്കെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. എല്ലാ ദിവസങ്ങളിലും ഭഗവാന്റെ പ്രസാദം തന്നെ ആണ് കൊടുക്കുന്നത്. വരുന്ന അന്ന് ഉച്ചക്കത്തെ ഭക്ഷണം നിങ്ങൾ അത് കരുതണം. അന്ന് വൈകുന്നേരം തൊട്ടാണ് ഇവിടുത്തെ പ്രസാദം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി എത്രയും പെട്ടെന്ന് ഇതുവരെ പറയാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് അവരുടെ പേര് തരണം. കാര്യം എനിക്ക് റൂം ബുക്ക് ചെയ്യേണ്ടതാണ്, ബസ് ബുക്ക് ചെയ്യേണ്ടതാണ്. ആൾ എത്രയാണെന്ന് അറിയാതെ അത് പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എത്രയും വേഗം തന്നെ. കാര്യം 1 മാസമേ ഉള്ളൂ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ജൂൺ 20-ാം തീയതിയാണ്, ഇന്നിപ്പോ ഇത്രയായി. അപ്പൊ അതുകൊണ്ട് എല്ലാവരും തന്നെ അതിന് പേര് തരണം, എനിക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യണം വരുന്ന ആൾക്കാരൊക്കെ. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ബാക്കിയുള്ള സത്സംഗങ്ങളിലേക്ക് അറിയാവുന്ന ആൾക്കാരിലേക്കൊക്കെ ഇത് എത്തിക്കുക. അപ്പൊ മാക്സിമം ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അവർക്കൂടെ ഈ ഒരു അസോസിയേഷന്റെ ആ ഒരു ഗുണം അവർക്കൂടെ എത്താനായിട്ട്. ഇപ്പം മാതാജി സത്സംഗത്തെ പറ്റി തന്നെയാ പറഞ്ഞത്. ഈ ഒരു സത്സംഗത്തിന്റെ ആ ഒരു മഹാത്മ്യം, നമ്മള് മഹാവൈഷ്ണവരെയൊക്കെ കാണാനായിട്ട് പോവുകയാണ്. അതുപോലെ രഥയാത്ര നമുക്ക് നാട്ടിൽ കൂടാനുള്ള അവസരം, അതുപോലെ ഇത്രയും ക്ഷേത്രങ്ങളിൽ പോകാനുള്ള അവസരം എല്ലാം ഉണ്ടാവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഗ്രൂപ്പുകളിലും നിങ്ങൾക്ക് അറിയാവുന്ന നല്ല വ്യക്തികളിൽ ഇത് എത്തിക്കുക. അവരെല്ലാം ഈ സത്സംഗത്തിൽ കൊണ്ടുവന്നിട്ട് അവരെയൊക്കെ ഭഗവത്ഗീതയുടെ ആ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും നമുക്ക് ഒരു കൂട്ടാനായിട്ടുള്ള ആ ഒരു ഉദ്യമത്തില് നമ്മൾ പങ്കാളികളാക്കുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം മാതാജിയോടും. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഡിസ്കസ് ചെയ്യാം. ഒരു 5 മിനിറ്റ്. ഹരേ കൃഷ്ണ. സാറ്റർഡേ സൺഡേ ആയിട്ടാണ് വരുന്നത് പ്രഭു? ഹരേ കൃഷ്ണ. വ്യാഴം, വെള്ളി, ശനി, ഞായറാണ്. അപ്പൊ അതില് വ്യാഴാഴ്ച ഉച്ചയാകുമ്പോഴാണ് നമ്മൾ അസംബ്ലി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളിയാഴ്ച തൊട്ടാണ് പരിക്രമം തുടങ്ങുന്നത്. ഞായറാഴ്ച ഉച്ച കഴിയുമ്പോൾ ലീവ് ചെയ്യുവാണ് മണ്ണാർശാലയിൽ നിന്ന്. ഇനി മാതാജിയോട് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ മാതാജി എടുത്ത് ടോപ്പിക്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ട്രെയിൻ സൗകര്യം എങ്ങനെ? നമ്മൾ ബസ് ഇവിടെ അറേഞ്ച് ചെയ്യുവാണ്. മണ്ണാർശാലയിൽ നിന്ന് അവിടെ നിന്ന് ഹരിപ്പാടാണല്ലോ, ഹരിപ്പാടാണ്. അവിടെ നിന്ന് KSRTC ബസ്സിന് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട അവർക്ക് പോകാം. ഓ, അത് ഭയങ്കര പാട്. ഞങ്ങൾക്ക് ട്രെയിനിന് പോകണമെങ്കിൽ അവിടെ ഹരിപ്പാട് അടുത്തൊരു സ്റ്റേഷൻ ഉണ്ട്, അമ്പലപ്പുഴ ഉണ്ട് സ്റ്റേഷൻ, ഹരിപ്പാടുണ്ട്, അല്ലെങ്കിൽ കായംകുളം ഉണ്ട് സ്റ്റേഷൻ അടുത്ത്. കായംകുളം. കായംകുളം അടുത്ത് എന്താണ് സ്റ്റേഷൻ. പക്ഷേ എല്ലാ ട്രെയിനും ഹരിപ്പാട് സ്റ്റേഷൻ ഉണ്ട്, എല്ലാ ട്രെയിനും ഇല്ല. അപ്പൊ അതുകൊണ്ട് കായംകുളമാണ് അടുത്ത സ്റ്റേഷൻ. വലിയ സ്റ്റേഷൻ കായംകുളമാണ്. അമ്പലപ്പുഴയിലുള്ളതും ഈ ചെറിയ സ്റ്റോപ്പ് തന്നെയാണ്, വലിയതല്ല അമ്പലപ്പുഴയിലുള്ളത്. അപ്പൊ നമ്മള് 4-5 പേര് എന്റെ ഗ്രൂപ്പിൽ നിന്ന് വരാനായിട്ട് ഏറ്റിട്ടുണ്ട്. അവരുടെ പേരും നമ്പരും എഴുതി അയച്ചു തരാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഞാൻ ലീവ് ചെയ്തോട്ടെ, എനിക്ക് പോകാനുണ്ട്. ഞങ്ങൾക്ക് സത്സംഗം, ഞങ്ങളുടെ ഭഗവത്ഗീത ക്ലാസ് ഉണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി ലീവ് ചെയ്തോളൂ. ഒരുപാട് താങ്ക്സ് മാതാജി, ഇന്ന് വന്ന് ഞങ്ങളുടെ ക്ഷേത്രീയ ദിനത്തിൽ വന്ന് മാതാജി ധന്യമാക്കിയതില്. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഞാനാ താങ്ക്സ് പറയണ്ടേ. എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്നതിന് പ്രഭുവിനോട് താങ്ക്സ് പറയുന്നു. എല്ലാ മാതാജിമാർക്കും കൃപാസന്ധ്യപ്രവച്ച പ്രതിദാനം പാവനേക്ക് വൈഷ്ണവിക്ക് നമോ നമഃ. അനന്തകോടി വൈഷ്ണവ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഇതിനടുത്ത് മാരാരിക്കുളത്തിനടുത്ത് ഒരു മരുത്തോർവട്ടം ധന്വന്തരി ക്ഷേത്രമുണ്ട്. അതുപോലെ തൃപ്പൂണിത്തറ അതിനപ്പുറത്ത് തൃക്കാക്കര വാമനസ്വാമി ഉണ്ട്. സമയമുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യൂ, അത് നല്ലതാണ്. അതെ അതെ മാതാജി പറഞ്ഞ സജഷൻ നല്ലതാണ്. നമുക്ക് സമയം പോലെ നമുക്ക് ചെയ്യാം മാതാജി. അതായത് രാവിലെ നമ്മള് എത്ര മണിക്ക് നമ്മൾ ഇറങ്ങുന്നു, അതായത് ഒരു 5 മണിക്കെങ്കിലും നമ്മൾ ഇറങ്ങണം. ഇറങ്ങിക്കഴിഞ്ഞാലേ എല്ലായിടത്തും കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കുറച്ച് സഫർ ചെയ്യേണ്ടി വരും. പിന്നെ ഓരോ ക്ഷേത്രങ്ങളിലും പോയി നമ്മൾ
എത്രമാത്രം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് അടിസ്ഥാനമാക്കിയേ നമുക്ക് അത് ശരിയാണ്. തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് തീർച്ചയായിട്ടും നല്ല സജഷൻ ആണ്. ഈ പറഞ്ഞ തൃക്കാക്കര എന്ന് പറഞ്ഞ എറണാകുളം ജില്ലയല്ലേ? തൃപ്പൂണിത്തുറ അടുത്താണ്. ആണാണ് എറണാകുളം. തൃപ്പൂണിത്തുറ അടുത്തല്ല, തൃപ്പൂണിത്തുറ ഒരു 10 കിലോമീറ്റർ കാണും. അതെ അതെ. അപ്പം ഞാൻ ഇതുവരെ പോയിട്ടില്ല. കാര്യം ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. എനിക്ക് പോകാനായിട്ട് പറ്റിയിട്ടില്ല. കാര്യം നമ്മൾ ഓണത്തിന്റെ അത്തച്ചമയം അതെ, അതൊക്കെ വരുമ്പോഴാണ് നമ്മൾ തൃക്കാക്കരയപ്പനെ പറ്റി അറിയുന്നത്, വാമനമൂർത്തി. അപ്പം നല്ല സജഷൻ ആണ്, നമുക്ക് നോക്കാം. നമ്മള് രാവിലെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നട അടച്ചിട്ടിരിക്കുകയൊക്കെയാണ് നമ്മള് അവിടെ അത്രയും നേരം നിൽക്കേണ്ടിയൊക്കെ വരും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മൾ പ്രസാദം കഴിക്കാനായിട്ട് തിരിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തണം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നോക്കാം. നമ്മൾക്കിപ്പം പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷെ സമയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഞാനിത് പറഞ്ഞത് നമ്മള് ദൂരെന്ന് വരുന്നില്ല, ഞങ്ങളൊക്കെ ഇവിടെ പോയിട്ടുണ്ട്. പക്ഷെ ദൂരെന്ന് വരുന്നവരെ ഇത് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് വാമനസ്വാമി ക്ഷേത്രം വേറെ എങ്ങും അധികം ഇല്ലേന്ന് തന്നെ. ഇവിടെ മരുത്വാർവട്ടം ധന്വന്തരി സ്വാമി ക്ഷേത്രം ഞാൻ കേട്ടിട്ടുണ്ട്. മരുത്വാർവട്ടം ഇത് നമുക്ക് പോകുന്ന ഓൺ ദ വേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് പോകാം. തൃക്കാക്കര ഒരു കുറച്ചുകൂടെ ദൂരേക്ക് പോകും. പിന്നെ നമുക്ക് അവിടെ നിന്ന് തിരിച്ച് പ്രസാദം കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റുമാനൂരേക്ക് എത്തണം. ഉച്ചപ്രസാദം അല്ലെങ്കിൽ പ്രസാദം നമ്മൾ അവിടെ എത്തിക്കേണ്ടി വരും. പിന്നെ അതിന് വേണ്ടിയിട്ട് വേറെ വണ്ടി ആൾക്കാരെയൊക്കെ അറേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ട്. അത് ഇപ്രാവശ്യം നമ്മള് വിചാരിച്ചിരിക്കുന്നത്, ഞാൻ ഇപ്പോഴാ കുറെ സ്ഥലത്ത് ഒരു റിസോർട്ടായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. അത് കുറുപ്പന്തറ മള്ളിയൂർ അടുത്താണ്. മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിന്റെ അടുത്തായിരുന്നു. അപ്പൊ ആ റിസോർട്ടിൽ അവരൊരു 3 വീടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്കി ഡോർമെറ്ററി പോലെയുള്ള ഹോളൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അവര് റേറ്റ് കൂടുതലാണ്. പെർ ഹെഡ് 750 റിയാൽ തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം തന്നെ 100 പേരുണ്ടെങ്കിൽ നമ്മളൊരു 100 പേരെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 2 ബസ്സിലായിട്ട് പോകാനായിട്ടാണ് വിചാരിക്കുന്നത്. അപ്പം ഈ പറയുന്ന 75,000 രൂപയോളം ആകും ഒരു ദിവസം തന്നെ അവർക്ക് കൊടുക്കണം. പിന്നെ ബാക്കി അവർക്ക് പന്തലിടാനും അങ്ങനെയുള്ള എല്ലാ കാര്യവും വേറെ എക്സ്ട്രാ കൊടുക്കണം. അവർ തന്നെ ചെയ്തു തരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനെല്ലാത്തിനും എക്സ്ട്രാ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവരുമായിട്ട് ഞാൻ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്നലെ ഡേ ബിഫോർ യെസ്റ്റർഡേ, മിനിഞ്ഞാന്നാണ് നമ്മളെ ഏറ്റുമാനൂര് തന്നെ ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടെന്ന് അറിഞ്ഞത്. ഒരു വ്യാപാര ഭവൻ. അപ്പൊ വ്യാപാര ഭവൻ അമ്പലത്തിന്റെ തെക്കേ നടയിലാണ്. അപ്പൊ അവിടെ ഇതുപോലെ വലിയ ഹാളുണ്ട്, കസേരകളും ബാക്കി സംവിധാനങ്ങളെല്ലാം, ഓഡിറ്റോറിയം ഉണ്ട്. അതുപോലെ തന്നെ പ്രസാദം ഉണ്ടാക്കാനുള്ള പാത്രങ്ങളുണ്ട്, സ്റ്റൗ ഉണ്ട്, ഗ്യാസ് ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതുപോലെ റൂംസ് ഉണ്ട്. റൂംസ് ഒരു 20 റൂംസോളം ഉണ്ട്. ബാക്കി ഡോർമെറ്ററി പോലെ ഉള്ള സംവിധാനങ്ങളുണ്ട്. AC നോൺ AC റൂംസ് ഉണ്ട്. അപ്പം നമ്മള് തീരെ ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാര് ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് വരുന്നവര് ഡോർമെറ്ററി പോലുള്ള റൂമിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ടോയ്ലറ്റ് സൗകര്യം പുറത്തുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ അതല്ലാതെ നമുക്ക് ഈ താമസവും അതുപോലെ തന്നെ ഈ പ്രോഗ്രാമും കൂടി രണ്ട് സ്ഥലത്താക്കിയ ഇവിടെ നിന്ന് എല്ലാവരും കൂടെ ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാനൊരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ സമയമൊക്കെ ഒരുപാട് പോകും. അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടി ഒത്തുണ്ടെങ്കിൽ സ്ഥലം ഇനിയിപ്പം അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ. അവരോട് റേറ്റ് ഒക്കെ ഏകദേശം ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അവർ ഓരോന്നിന്റെയും റേറ്റ് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫൈനൽ നെഗോഷിയേഷൻ ഞാൻ ഇന്ന് പറഞ്ഞു. അവർ എഗ്രി ചെയ്തു. അപ്പൊ അതുകൊണ്ട് നമ്മള് നാളെയോ മറ്റന്നാളോട്ടോ അഡ്വാൻസ് കൊടുക്കാനായിട്ടാണ് വിചാരിക്കുന്നത്. അപ്പൊ ഏറ്റുമാനൂർ വ്യാപാര ഭവൻ, ഏറ്റുമാനൂർ അമ്പലത്തിന്റെ തെക്കേ നടയിലാണ്. വളരെ അടുത്താണ്. നമുക്ക് 4-5 സ്റ്റെപ്പ് വെച്ചാൽ അമ്പലത്തിൽ ചെല്ലാം, അത്ര അടുത്താണ്. അപ്പൊ നമുക്ക് ഏറ്റുമാനൂരിൽ നിന്ന് തന്നെ പരിക്രമം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടെ നിന്ന് തന്നെ തുടങ്ങി, ഏറ്റുമാനൂരപ്പന്റെ അടുത്ത് നിന്ന് തന്നെയാണ്. അപ്പം ഇപ്രാവശ്യവും ഭഗവാൻ അത് ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ അവിടെ നിന്ന് തന്നെയാണ് എന്ന് വിചാരിക്കാം. അപ്പം എങ്ങനെയായാലും എല്ലാവരും പേര് തരിക എത്രയും പെട്ടെന്ന്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങള് ആരൊക്കെ ഉണ്ട്, പിന്നെ ആരെയെല്ലാം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അവരെയൊക്കെ കൊണ്ടുവരിക. കാര്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ മനസ്സിലായല്ലോ നമുക്ക് എത്രമാത്രം നമുക്ക് ആ ഒരു എൻജോയ് ചെയ്തെന്നുള്ളല്ലേ. അപ്പൊ അതിൽ പലരും പറയുകയും ചെയ്തു, നമ്മള് പുറത്തുള്ള മറ്റ് പല ഇതിലും പോയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുകയും ചെയ്തു അതിനേക്കാളൊക്കെ ഒരുപാട് അവർക്ക് ആ ഒരു
ഇത് കിട്ടിയെന്നുള്ള ആ ഒരു ആനന്ദം കിട്ടിയെന്നുള്ളത് അതൊക്കെ അറിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമായി. അത് പരമാനന്ദമാക്കി മാറ്റാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. നിങ്ങളപ്പോ ഓരോരുത്തരും കീർത്തനം അങ്ങനെയൊക്കെ ഓരോ സേവ ചെയ്യാനായിട്ടും തയ്യാറായി വരിക. രഥയാത്രയ്ക്ക് നമുക്ക് വേണ്ടിയിട്ട് അലങ്കരിക്കാനായിട്ടുള്ള സാധനങ്ങൾ ഓഫർ ചെയ്യാനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെയുള്ള ചപ്പൻ ഭോഗമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിലേക്കൊക്കെയുള്ള ഇതിലേക്ക് നമുക്ക് തയ്യാറായി വരിക ഭഗവാന്റെ സേവ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക്. ഹരേ കൃഷ്ണ. പൊന്നമ്മ മാതാജി. ഹരേ കൃഷ്ണ. ഇപ്രാവശ്യം മാതാജി US ഇരുന്നുകൊണ്ടെല്ലാം കാണുക. അതുപോലെ സതി മാതാജി അതുപോലെ കാനഡയിലല്ലേ മാതാജി? അതെ പ്രഭു. പ്രഭുവിനെ ഇപ്പൊ ജൂണിൽ വെച്ച തരത്തിന് 2-3 മാസം കൂടി നീട്ടി വെക്കാറില്ല. അപ്പൊ ഞങ്ങളൊക്കെ ഉണ്ടാവൂലായിരുന്നോ? ജൂൺ തന്നെ പ്രഭു ഫിക്സ് ചെയ്തത്. ഹരേ കൃഷ്ണ മാതാജി. അതൊന്നും ഭഗവാനാണ് നിശ്ചയിച്ചത് മാതാജി, ഞാനല്ല. ഞാൻ ജൂലൈയിൽ വെച്ചിരുന്നു. അപ്പൊ എന്റെ അവധി ഞാൻ അങ്ങോട്ട് സബ്മിറ്റ് ചെയ്ത അവധി മാറ്റിയിട്ട് അവര് ജൂണിലെ ഒരു പെരുന്നാൾ ഉണ്ടല്ലോ, വലിയ പെരുന്നാൾ, ആ ഒരു സമയമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നതാണ്. അവധിയൊന്നും കിട്ടാനായിട്ട് യാതൊരു സാഹചര്യം ഉള്ളതല്ലായിരുന്നു. അപ്പൊ അതൊന്നും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല മാതാജി. ഓണം വെക്കേഷൻ ഒക്കെ ആയിരുന്നെങ്കിൽ ആ സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങളും ഉണ്ടായേനെ. അതെ, കിട്ടായി. അതെ, ഓണം വെക്കേഷൻ ഒക്കെ ആയിരുന്നെങ്കിൽ 2 മാസം കൂടി നീട്ടി പ്രഭു നോക്ക്. പ്രഭു ഒന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഉറപ്പ് പറയാൻ പറ്റില്ല. ഈ ജൂണിൽ ചിലപ്പോഴേ വരാൻ പറ്റില്ല പ്രഭു. അതെയോ? പ്രഭു ഒരു സെപ്റ്റംബർ മാസമൊക്കെ നോക്ക് പ്രഭു. പ്രഭുവിന് ലീവ് കിട്ടുമെന്ന്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കുറച്ചുകൂടി ഇതായിരിക്കൂലേ, കുറച്ച് ചൂടും ഒക്കെ കുറവുണ്ടാവും. മഴയൊക്കെ എല്ലാ സീസണും നല്ലതായിരിക്കും, വരാനും പറ്റും. മാതാജി, അപ്പം കുറെ കാര്യങ്ങളുണ്ട്. എന്റെ ഒരു ലീവ്, അതുപോലെ തന്നെ ഇവിടെ മോനും ഒക്കെ അവധിയാണ് ആ സമയത്ത് 2 മാസം ഇവിടെ സ്കൂളിന്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ ഒന്ന് വെക്കേണ്ടി വരുന്നത്. ജൂണിലൊക്കെ നല്ല മഴയും കൂടി യാത്രയൊക്കെ ഭയങ്കര കഷ്ടമായിരിക്കും. മഴയൊക്കെ ആകുമ്പോഴേക്കും മഴ വരാതിരിക്കാണ്ട് പ്രാർത്ഥിക്കാം. അതായത് കഴിഞ്ഞ പ്രാവശ്യം മഴയില്ല, നമ്മളെ രക്ഷിച്ചില്ല കർക്കിടക മാസത്തില്. അപ്പം മാതാജി എന്തായാലും മാതാജി എന്തായാലും പ്രാർത്ഥിക്കാം. മാതാജിക്ക് ഈ ഒരു സമയത്ത് വരാനായിട്ട് പറ്റുമോ നോക്ക്. നമുക്ക് നമ്മളിപ്പോ ഡേറ്റ് ഫിക്സ് ചെയ്തില്ല. ഇനിയിപ്പോ നമുക്ക് മാറ്റാണ്ട് പറ്റില്ല. നമ്മൾ ഇനിയിപ്പോ അഡ്വാൻസ് കൊടുക്കാൻ പോവാണ്. ഇനി ആൾ എത്രയാന്ന് അറിഞ്ഞിട്ട് വേണം ബസ്സിന് ബുക്ക് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങളെല്ലാവരും കാണുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. പൊന്നമ്മ മാതാജി, ഹരേ കൃഷ്ണ. മാതാജി എങ്ങനെയാണ്? ഉടനെങ്ങും ഇല്ലല്ലോ മാതാജി, അവിടെ തന്നെ ഇല്ലേ? മാതാജി മ്യൂട്ടിലാണ്, മൈക്ക് ഓഫ് ആണ്. ഞാൻ ഗുരുവായൂർ അമ്പലത്തിലൊന്ന് മോനെ കൊണ്ട് പോകാൻ ഒരുങ്ങുക. ഇന്ന് മോന്റെ ബർത്ത്ഡേയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആ ഹരേഷ്ണ എന്ന് ഹാപ്പി പറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ടാറ്റ പറഞ്ഞു, ടാറ്റ പറഞ്ഞു, ഒരു ടാറ്റ പറഞ്ഞു, മോനും ഒരു ടാറ്റ പറഞ്ഞു. ഹരേഷ്ണ എന്ന് പറഞ്ഞു. മോന്റെ പേരെന്താണ്? മോന്റെ പേരെന്താണ്? വർത്താനമൊക്കെ പറയാൻ തുടങ്ങുന്നേ ഉള്ളൂ. എന്താ പേരെന്താ? നന്ദകിഷോർ. നന്ദകിഷോർ. അപ്പൊ നന്ദകിഷോർ. അക്ഷയ തൃതീയായിട്ട് നന്ദകിഷോർ മോന്റെ പിറന്നാളാണ് ഇന്ന്. അപ്പൊ എല്ലാവരും ആ കുട്ടിക്ക് കൃഷ്ണാബോധത്തില് അതിലേക്ക് വരാനും അതുപോലെ തന്നെ ഭഗവാന്റെ എല്ലാവിധ കൃപയും കാരുണ്യവും ഉണ്ടാകാനും നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗുരുവായൂർ അമ്പലത്തിൽ പോവാ പ്രഭുജി. ഇവിടുത്തെ ഗുരുവായൂർ അമ്പലത്തിൽ. അതെ അതെ, നല്ല കാര്യം. അവിടെയും ഗുരുവായൂർ അതാ ഞാൻ ഇടയ്ക്ക് നിർത്തിയ. ഇവിടുത്തെ ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ പോവാ കുഞ്ഞിനെ കണ്ട്. അതെ അതെ അതെ, നല്ല കാര്യം. മോക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ട്. മോള് ഡ്യൂട്ടിക്ക് പോയി. അപ്പൊ ഞങ്ങള് കൊണ്ടുപോകാൻ പോവാ. അതെ അല്ലേ, നന്നായി എന്തായാലും. അപ്പം ഇന്നലെ നാസയിൽ പോയി. ഇന്നലെ നാസയില്
ഇന്നലെ നാസയിൽ പോയി പ്രഭുജി. അതെയോ? നാസ. ആ ഒരുപാടുണ്ട് കാണാൻ. എല്ലാം കണ്ടോ? 4 മണിക്കൂർ, 5 മണിക്കൂർ. ഉപഗ്രഹങ്ങളൊക്കെ വിടാൻ തയ്യാറായിട്ടാണോ ഇരിക്കുന്നവര്? അടുത്തത് റെഡി ആക്കുന്നവര്. 2025 പുതിയ പരിപാടികള് അതെല്ലാം ഞങ്ങൾ അവിടെ കണ്ടു. ഭയങ്കര ഇതാ, 1500 ഏക്കറോ മറ്റാ. ഒരുപാട് ജോലിക്കാരും, ഒത്തിരി ജോലിക്കാരും, വണ്ടികൾ തന്നെയാണ് ഒരു 10,000 ഓരോരോ ഗ്രൗണ്ടിലായിട്ട്. അതിശയിച്ചു ഓരോ പ്ലോട്ടിലും. ഒരു പ്രത്യേക ഒരു ഇതാ. 15 മണിക്കൂർ എടുക്കും. എന്നിട്ട് ഓരോ വെക്കേഷനും ഒന്നും ഇവിടെ അല്ലാഞ്ഞിട്ടും ആളുകൾ ഭയങ്കര